ആ ഇനിയിപ്പോ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം, ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോവും. എന്താ പേര്? സച്ചിൻ. ആ സച്ചിൻ മാധവൻ. എങ്ങോട്ടാ? കോട്ടയം. കോട്ടയത്ത് എവിടാ? ഏത് സൈഡാ? കോട്ടയം എന്ന് പറയുമ്പം കോട്ടയം. ഈ കോട്ടയം എന്ന് പറയുമ്പോ തിരുനക്കര സൈഡോ നാഗമ്പട സൈഡോ? കോട്ടയത്ത് ഇറങ്ങിയിട്ട് പിന്നെയും ബോട്ടിൽ പോകണം. ഓ, അപ്പോ കുമരക സൈഡിലേക്കായിരിക്കും. അതെ. ആ, ഈ കുമരക സൈഡിൽ നിന്ന് എങ്ങോട്ടാ? ഈ കുമരകം സൈഡിൽ ചെന്നിട്ട് അവിടെ 2-3 സൈഡിലൂടെ പോയി പിന്നെയും ബോട്ടിൽ കയറി പിന്നെ അവിടെ നിന്ന് പല സൈഡിലൂടെ പോയിട്ട് പിന്നെയും പോകണം. എന്തോ പുതിയല്? ഒരു സമ്മാനം. ആർക്കാ? കാമുകിക്ക്. കാമുകിക്ക്? അതെ. സീരിയസ് ആയിട്ട് പറയാ? അതേന്നേ, ഇന്ന് തമ്മിൽ കാണുന്നുണ്ട്. അപ്പൊ കൊടുക്കാനാ. എത്ര നാളായി അടുപ്പത്തിലായിട്ട്? 1.5 മാസം. എവിടെ വെച്ചുള്ള അടുപ്പമാ? പറ. നിങ്ങളുടെ മുഷിപ്പും പോവും, എന്റെ ഉറക്കവും പോവും. ബോട്ട് വരാൻ ഇനി 1/2 മണിക്കൂർ എടുക്കും. ബോട്ട് കേറിയാ പിന്നെ 1 മണിക്കൂറും. നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ കേൾക്കാൻ ഞങ്ങളും തയ്യാറാ. അത് ശരിയാ. പെങ്കൊച്ചിനെ ആദ്യമായിട്ട് എവിടെ വെച്ചാ കണ്ടേ? അതതിന്റെ വഴിക്ക് പറഞ്ഞു. ആദ്യമായി കണ്ടത് കഴിഞ്ഞ ഡിസംബറിൽ. പറ. പറയാം. പറഞ്ഞു വരുമ്പോ എന്റെ നേരിട്ടുള്ള അനുഭവം മാത്രമല്ല, പലരും പല കാലങ്ങളായി പറഞ്ഞു തന്നതും കേട്ടതും ഒക്കെ വരും. മതി, ഓർക്കുന്ന പോലെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കേ. കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്ക പ്രൊമോട്ട് ചെയ്ത 1 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടായിരുന്നു, പാലമറ്റം ട്രെയിനിങ് കോളേജിൽ. കോഴ്സ് തുടങ്ങുന്നതിന്റെ തലേന്ന് ഞാനവിടെ എത്തി. വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രൊഫസർ അങ്കിൾ അല്ലേ? താനിങ് എത്തിയോ? വാ 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 വാ. ഡൽഹിയിൽ നിന്ന് വന്ന കത്തിൽ താനിയാഴ്ച വരുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ തന്റെ കോളേജിൽ പോയി ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചു. അവിടെ മുറി ശരിയായി കിട്ടാൻ ഒരു 10 ദിവസങ്ങൾ എടുക്കും. കുഴപ്പമില്ലെന്നേ. തനിക്ക് താമസിക്കാനുള്ള മുറി ഇവിടെ റെഡി. വാ. ഇവിടെ ഞാനും കുക്കും ഇപ്പതേ താനും മാത്രമേ ഉള്ളൂ. വാടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു വന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ആട്ടെ, എന്താ അടുത്ത പരിപാടി? എനിക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതിനെന്താ, ബോംബെയിലുള്ള എന്റെ കൊച്ചുമോന്റെ ബൈക്ക് പോർച്ചിലുണ്ട്. തനിക്ക് കോളേജിൽ പോകാനും കറങ്ങടിച്ച് നടക്കാനും അത് മതിയല്ലോ. മതി. പിന്നെ ഇവിടെ അടുത്ത് നന്ദു എന്ന് പറഞ്ഞൊരു പയ്യന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട്. വൈകിട്ട് നമുക്കൊന്ന് പോയാലോ? അതിനെന്താ, പോകാലോ. എന്നാ പിടിച്ചോ. നന്ദുവിന് ജന്മദിനാശംസകൾ. സ്വന്തം സുഷമ. ഇവിടെ അടുത്ത് നന്ദു എന്ന് പറഞ്ഞൊരു പയ്യന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. നമുക്ക് പോണം.
എന്റേതല്ല, വഴി കുരുങ്ങി കിടന്നിരുന്നത്. ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് എഴുതിയിരിക്കുന്നതുകൊണ്ട് എടുത്തോണ്ട് പോകുന്നത്. ഇതെന്റേതാ, ഞാൻ വാങ്ങിയതാ. താങ്ക്സ്. ഹാപ്പി ബർത്ത്ഡേ. സുഹൃത്തുക്കളെ, ഈ വൈകുന്നേരത്തിന് ഒരു ഗാനഹാരം ചാർത്തി സ്വീകരിക്കുവാൻ ഇവിടെ കിട്ടിയിട്ടുള്ള ഗായകരുടെ പേരിൽ നിന്നും 2 പേരെ നറുക്കെടുപ്പിലൂടെ നാം കണ്ടെത്തുകയാണ്. ഒന്നാമത്തെ നറുക്കെടുപ്പ് റോസ്. റോസ് ഗാങ്ങിൽ നിന്നും സുഷമ്മ. കൂടെ പാടാനുള്ള ആളുടെ നറുക്കെടുപ്പ് നടക്കുകയാണ്. സുഷമയോടൊപ്പം ഗാനം ആലപിക്കുന്നത് ന്യൂട്രൽ. ന്യൂട്രൽ ഗാങ്ങിലെ സച്ചിൻ മാധവൻ. ഏതായി ന്യൂട്രൽ ഗാങ്? ആരാ സച്ചിൻ? ദേ ആ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു, ആ കറുപ്പ് ഷർട്ട്. സച്ചിൻ മുന്നോട്ട് വരണം. കലക്കി. പിന്നെ ഇനി താൻ ഇവിടെ നിൽക്കേണ്ട, കഴിക്കാനുള്ളതൊക്കെ ആയിട്ട് ഞാൻ പുറകെ വന്നേക്കാം. അതെന്താ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വിട്ടോ 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 വിട്ടോ. വസുന്ധരേ, വസുന്ധരേ, വസു, വസു. ഇന്ന് വരാൻ ആരാ പറഞ്ഞത്? ബുധനാഴ്ച വരാനല്ലേ പറഞ്ഞത്? ദേ മറ്റെങ്കിലും ഇവിടെ ഉണ്ട്, എന്റെ കെട്ടിയവൻ. അയ്യോ, പങ്കുലക്ഷം. ആ എളുപ്പ സ്ഥലം വിട്ടോ. അപ്പൊ ബുധനാഴ്ച വരാല്ലേ? ബുധനാഴ്ച രാത്രി അങ്ങേർക്ക് നൈറ്റാ. ബില്ലി, ബില്ലി, എന്റെ പൂച്ച അവിടെ പോയി. ബില്ലി, ബില്ലി, ബില്ലി. വസു അല്ല, ബില്ലി, ബില്ലി, ബില്ലി. ന്യൂട്രൽ ഗ്യാങ് എന്നൊരു പേര് വിട്ട് തന്റെ പേര് കുറിച്ച് കൊടുത്തപ്പോ നറുക്ക് തനിക്ക് തന്നെ വീഴുമെന്നും താനൊരു പാട്ട് പാടുമെന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്നിട്ടെന്തേ എന്നോട് പൊക്കോളാൻ പറഞ്ഞത്? അതെ, ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം 2 ഗ്യാങ് ആയിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ് മത്സരമാണ്. കേട്ടില്ലായിരുന്നോ യെല്ലോന്നും റോസൊന്നൊക്കെ വിളിച്ചു പറയുന്നത്? ഒരു പാട്ടുകാരനായ തന്നെ കയ്യോടെ പിടികൂടി മെമ്പറാക്കാൻ 2 കൂട്ടരും ശ്രമിക്കും. താൻ ഏത് ഗ്യാങ്ങിൽ ചേർന്നാലും മറ്റേ ഗ്യാങ്ങിന്റെ നോട്ടപ്പുള്ളിയാവും. അത് അപകടമാണ്. പോരെങ്കിൽ തന്റെ കൂടെ പാടിയതോ ഒരു ഗ്യാങ്ങിന്റെ ലീഡറും സുഷമ. പേര് സച്ചിൻ മാധവൻ, സച്ചു എന്ന് വിളിക്കും. പ്രൊഫസർ സദാശിവന്റെ വളരെ അകന്നൊരു ബന്ധു. സ്വദേശം
മാവേലിക്കര. തറവാട്ടിൽ അച്ചമ്മ എന്ന് വിളിക്കുന്ന മുത്തശ്ശിയോടൊപ്പം താമസിക്കുന്നു. അച്ഛനും അമ്മയും ഡൽഹിയിൽ. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലെ കലാപ്രതിഭ. വന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം 1 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന്. ഹോസ്റ്റൽ അഡ്മിഷൻ ശരിയാവുന്നതുവരെ സദാശിവൻ സാറിന്റെ വീട്ടിൽ താമസം. എന്താ പോരെ? മതിയല്ലോ. ഇനിയിപ്പൊ അറിയേണ്ടത് അരുണും ഗ്രൂപ്പും പിടികൂടി യെല്ലോ ആക്കും മുമ്പേ നമുക്ക് ഈ പാർട്ടി റോസ് ആക്കാൻ പറ്റുമോന്നാ. അതിനെന്താ, ആളിതെ നാളെ ഇവിടെ എത്തിച്ചു തരാം. പ്രൊഫസർ അങ്കിളിന് ഒറ്റ കോൾ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ആ 2 ഗ്യാങ്ങും തന്നെ തേടി പിടിക്കുമെന്ന്. ഇപ്പൊ സുഷമ വിളിച്ചിരുന്നു. ആ ലേക്ക് റിസോർട്ട് വരെ ഒന്ന് ചെല്ലുവോന്ന്. എന്താ താൻ പോകുന്നു? പോയേക്കാം അങ്കിൾ. അച്ചാറ് കുപ്പിയും പൊട്ടിയില്ല, ചക്കര വല്ലവും പൊട്ടിയില്ല. ഇങ്ങനെ വേണം ബൈക്കിടി. വേറൊന്നും പറ്റിയില്ലല്ലോ. ഏയ്, പണ്ട് കുടുകൂട് വലിക്കുമ്പോ വീഴൂലേ, അതുപോലൊരു വീഴ്ച. എന്നെ അറിയോ? ഇല്ല. എനിക്കറിയാം. ഇന്നലെ നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്ന ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് അച്ചാറ് കച്ചവടമാണ്, പിന്നെ വലിയ ചക്കരയും ചുക്കുണ്ട്. നാടകെല്ലാം നടന്നാണ് എന്റെ കച്ചവടേ. എന്റെ പേര് അപ്പുണ്ണി. ആരാ? സച്ചു, നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. ഞാനിപ്പോ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാ. അതിനെന്താ, പൊക്കോ. ആ ഒരാളെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം. ഒന്നും പറ്റിയില്ലല്ലോ. ഏയ്, ഒന്നും പറ്റില്ല, പൊക്കോ. എന്നെ മറക്കണ്ട അപ്പുണ്ണി. സച്ചുവിനെ അത്യാവശ്യം കോൺടാക്ട് ചെയ്തത് 2 കാര്യങ്ങൾ ഞങ്ങളുമായിട്ടും സഹകരിക്കണമെന്ന് അപേക്ഷിക്കാനാ. എന്ത് കാര്യം? അടുത്ത ആഴ്ച ആർട്സ് കോളേജിൽ വെച്ച് നടക്കുന്ന ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഒക്കെ ഒന്ന് സഹായമൊക്കെ ചെയ്തു തരണം. സുഷമയെ ലീഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഡാൻസ് കോമ്പറ്റീഷന്റെ ജഡ്ജിമാരിൽ ഒരാളെ ഞങ്ങളുടെ എതിരെ ഗ്യാങ്, അരുണിന്റെ ഗ്യാങ്, കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ച് വെച്ചിരിക്കുക. അവരുടെ ഗ്യാങ്ങിലെ താരയുടെ ടീമിനെ വിജയിപ്പിക്കാൻ. ആ ജഡ്ജ് സദാശിവൻ സാറിന്റെ തൊട്ടടുത്ത താമസക്കാരനാ. അയാളൊന്ന് പിന്തിരിപ്പിക്കാൻ സദാശിവൻ സാറിനെ കൊണ്ടൊരു വഴി ഉണ്ടാക്കണം. ആരാ ഈ ജഡ്ജ്? കുണ്ടറ സാരംഗതൻ എന്ന് പറയും, ഒരു വെള്ളത്തൊപ്പിക്കാരൻ. അവിടെ ആ മഞ്ഞ ഗേറ്റിൽ വീടാറേ? അത് എക്സൈസ് പങ്കജാക്ഷൻ പിള്ളയുടെ വീടാ, ഒരു മീശക്കൊമ്പൻ. അപ്പൊ ആ തടിച്ച സ്ത്രീയോ? അങ്ങയുടെ ഭാര്യ വസുന്ധര ചേച്ചി. അവര് ഈ കോമ്പറ്റീഷനിലെ ഒരു ജഡ്ജാ. എന്താ? ഏയ്, ഒന്നുമില്ല. ഞാൻ ഏറ്റു. എങ്ങനെ? അതൊന്നും അറിയണ്ട. നാളെ ബുധനാഴ്ചയല്ലേ? ഞാൻ ഏറ്റു. വസുന്ധരേ, ഇന്ന് രാത്രി പങ്കജാക്ഷം പിള്ളയ്ക്ക് മാത്രമല്ല നമുക്ക് നൈറ്റാ. ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ. ആരെ മുഖത്തിട്ട് ഫോറിൻ ടോർച്ച് അടിച്ചല്ലോ? കൊള്ളിയനായിരിക്കും. വാ, നമുക്ക് വേണ്ട വേണ്ട വേണ്ട, പിന്നെ വരാം. അതിലടിച്ച് ഉറങ്ങിക്കോ. ഏയ്, ഷാരംഗൻ മാഷല്ലേ? അതെ, കുണ്ട്ര ഷാരംഗൻ എന്ന് പറയും. മാഷല്ലേ അടുത്ത ആഴ്ചയിലെ ഡാൻസ് കോമ്പറ്റീഷന്റെ മെയിൻ ജഡ്ജ്? അതെ, എന്താ കാര്യം? മാഷ കൂടാതെ വേറെ ആരൊക്കെയുണ്ട് ജഡ്ജസ് ആയിട്ട്? ഞാനും സരസമ്മ ടീച്ചറും പിന്നെ ഏതോ ഒരു വസുന്ധരയും. ഓ, ഏതോ ഒരു വസുന്ധര. അതിതായിരിക്കും അല്ലേ മാഷെ? ഇത് പിന്നെ മാഷാണെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ, ഇതാരെടുത്ത്? ക്യാമറ പോക്കെത്ര കാണിക്കുന്നു? ഡാൻസ് കോമ്പറ്റീഷൻ അരുൺ തന്ന കാശിന്റെ കൂറ് കാണിക്കാൻ ആ താരയുടെ ടീമിനും കാണും മാർക്ക് കൂട്ടി കൊടുത്താലുണ്ടല്ലോ, ഇതിനകത്തെ ഫോട്ടോയിലെ ഓരോ ഇഞ്ചും വലുതാക്കി ഈ പാലമറ്റ തങ്ങാടിയിലും എക്സൈസ് പങ്കജാക്ഷൻ പിള്ളയുടെ ഓഫീസിലും ചെണ്ടയും കുട്ടി നടന്ന് കാണിക്കും. സാറിന്റെ ഭാര്യ ഭാനുമതിക്ക് അയച്ചു കൊടുക്കും ഒരു കോപ്പി. കേട്ടോ കുണ്ട്ര ഷാരംഗ. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അരുണിന്റെ കാശ് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. ഈ ഫോട്ടോ കാണിച്ച് എന്നെ നാണം കെടുത്തരുത്. കുണ്ട്രയിൽ എന്റെ ഭാര്യയുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടാല് ഞാൻ ഭിത്തിയെ തൂങ്ങുന്ന വെറും ഒരു ഫോട്ടോ മാത്രമായി പോവും. ഇപ്പൊ പൊന്നുവൻ എന്താ വേണ്ടത്? മാഷ് ഒന്നും ചെയ്യണ്ട. ഡാൻസ് കോമ്പറ്റീഷൻ ആരുടെയും പക്ഷം പിടിക്കാതെ മാർക്കിട്ടാ മാത്രം മതി. മതിയല്ലോ. ഇതൊക്കെ നശിപ്പിച്ചല്ലേ? കളയും. ഉറപ്പാ? ഉറപ്പ്. അപ്പൊ പറഞ്ഞതുപോലെ ചതിക്കല്ലേ? ഇല്ല.
ഒരു ഉപകാരം ചെയ്യണം. എന്ത്? ശാരംഗം മാഷ് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഉറക്കെ വിളിച്ച് പറയണം. എന്ത് കാര്യം? അതൊക്കെ ഒരു രഹസ്യ. എന്നിട്ട് അയാളുടെ റിയാക്ഷൻ ഒന്ന് വാച്ച് ചെയ്യണം. കാര്യം എന്തായി? സാധിച്ചോ? അത് പറ. സാധിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ പറയുന്നതൊന്നും ചെയ്തു നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. ഓക്കെ, എന്താ വിളിച്ചു പറയേണ്ടത്? ഏതോ ഒരു ഗാനം എന്റെ കാതിൽ എന്റെ കാതിൽ എന്റെ കാതിൽ കാതിൽ. ഏതോ എടാ എന്തായി എന്തായി? ഞാൻ പറഞ്ഞപ്പോ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ഇവിടെ അതിനെ സംഭവിച്ചു. എന്തോ വർക്കൗട്ട് ആവുന്നുണ്ട്. എടാ ഈ സച്ചോ ആള് കൊള്ളാലോ. മാഷെ 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 മാഷെ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ മാഷെ, അതേതാ? ഏത് വീടാ? ഏതോ എനിക്കറിയില്ല. ഏയ്, എന്താ സച്ചു ഇങ്ങനെ ഒരു സസ്പെൻസ്? പറ. അത് സസ്പെൻസ് അല്ലേ, എങ്ങനെ പറയും? കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് പറ, ഞങ്ങളൊന്ന് അറിയട്ടെ. കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് നന്ദി പറയാൻ വരുമ്പോ പറയാം. അതിരിക്കട്ടെ, ആ യെല്ലോ ഗ്യാങ്ങിലെ താര ടീമിന്റെ പാട്ട് ഏതാ? നമ്മുടെ സുഷമയുടെ ടീമിന് അതിനേക്കാൾ അടിപൊളി വേണം. ഏയ്, അതിന്റെ കടകവിരുദ്ധം മതി. അച്ചമ്മ പാടാറുള്ള പഴയൊരു തിരുവാതിര പാട്ടുണ്ട്. അതിൽ നിന്ന് ചോർത്തിയാലോ നമുക്ക്? ചേഞ്ച് ആയിരിക്കും. റെഡി? അന്ന് പോയിട്ട് കണ്ടോ ആരെ? ഒരാളെ? ആ ഒരാളൊരു പെണ്ണല്ലേ? എങ്ങനെ മനസ്സിലായി? അന്നത്തെ ആ ധൃതിയും പോക്കും കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ശരിയാ, ആ ഒരാൾക്ക് എന്നോട് എന്തോ ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നീ വഴി വരും എന്നെ കാണാൻ, ഒരു നന്ദി പറയാൻ. നോക്കിയിരിക്കുക ഞാൻ. വരും, ആ ഒരാൾ വരും. എങ്ങാണ്ടൂന്ന് വരുന്നതിന്റെ ഒരു മണം. അപ്പൊ പിന്നെ അപ്പുണ്ണി ഇവിടെ നിന്നാ പറ്റില്ലല്ലേ? അപ്പുണ്ണി പോയേക്കാം. അച്ചാറേ ചക്കര ചുക്കുണ്ടേ, അച്ചാറേ ചക്കര ചുക്കുണ്ടേ. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴങ്കിളാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. ഇവിടെ എന്താ ഫോട്ടോ എടുക്കല? ഈ സൗന്ദര്യമൊക്കെ ഒന്ന് കാണുകയായിരുന്നു. ഡാൻസിന് ഫസ്റ്റ് വാങ്ങി തന്നതിന് ഞാൻ നേരിട്ട് വന്നിരിക്കുന്നു. നന്ദി പറയാൻ. നന്ദി. സ്വീകരിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ആ ശാരംഗ മാഷിനെ വീഴ്ത്തിയതിന്റെ രഹസ്യം? ഞാനൊരു മോശം പണി കാണിച്ചു, ഒരു പാപ്പരാസി പണി. ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. എന്താ അത്? പറയാം, പക്ഷെ മറ്റാരോടും പറയരുത്. ഇല്ല, പറയില്ല. ഒളിച്ചു നിന്ന് എടുക്കേണ്ടി വന്നു. അയ്യോ, ഇത് വസുന്ധര ചേച്ചിയല്ലേ? അതെ. ഇവര് തമ്മിൽ എന്താ? ഇവര് തമ്മിൽ അങ്ങനെ. പാവം ശാരംഗ മാഷ് ഈ നാട് വിട്ടു. നെഗറ്റീവ് ഞാൻ നശിപ്പിച്ചു. സുഷ്മ ചോദിച്ചാൽ കാണിക്കാനത് വെച്ചിരുന്നത്. ഇനി ഇത് നശിപ്പിച്ചേക്കാം. ഇനി അത് മറന്നേര്. വാ, നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. ഇവരെന്താ ഇവിടെ? ഡാൻസിന് ഫസ്റ്റ് വാങ്ങി തന്നതിന് ഞങ്ങളുടെ റോസ് ഗ്യാങ്ങിന് സച്ചുവിന് ഒരു ട്രീറ്റ് തരണമെന്നുണ്ട്. എപ്പോഴാ? ഈ വൻ ഗ്യാങ്ങുകളും ട്രീറ്റും ഒന്നും എനിക്ക് പരിചയമില്ലാത്ത മേഖല. അതെന്താ അങ്ങനെ? ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഉണ്ട്. പ്രിയപ്പെട്ട 3 കൂട്ടുകാരുണ്ട് നാട്ടില്. വിജയരാഘവൻ, വിക്രമൻ, മജീദ്. ഇവര് തമ്മിൽ ഇതെന്താ? ഞങ്ങളുടെ ട്രീറ്റിന് സച്ചു വന്നേ പറ്റൂ. ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. വരാം, പക്ഷെ അതിനു പകരം സുഷ്മയുടെ ഒരു സായാഹ്നം, ഒഴിവുള്ളൊരു വൈകുന്നേരം എനിക്ക് തരൂ. എന്തിന്? ചുമ്മാ വർത്താനം പറയാൻ. വരുമോ? വരാം. എങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം. ശരി, അപ്പൊ ഞാൻ പോവാ.
ആള് അതാണല്ലേ. നല്ല ചേർച്ചയാ രണ്ടുപേരും തമ്മില്. എവിടം വരെ എത്തി? എത്തുന്നതേ ഉള്ള പുണ്ണി. എനിക്കായി മാത്രം ഒരു വൈകുന്നേരം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ശ്രമം നടത്തി നോക്കണം. എന്ത് ശ്രമം? എല്ലാം വിശദമായി പറയാം പുണ്ണിയോട്. എന്നാ പറ. അച്ചാറാണെങ്കി അടച്ചു വെച്ച് കൂട്ടുമ്പോഴാ സുഖം. ഇക്കാര്യമാണെങ്കിൽ ഉള്ളു തുറന്ന് പറയുമ്പോഴാ സുഖം. പറയാം, ഇപ്പോഴല്ല, പിന്നീട് എപ്പോഴെങ്കിലും. അപ്പുണ്ണി നോക്കിയിരിക്കും കേട്ടോ, വിടണ്ട. നല്ല മുട്ടൻ ചേർച്ച. അച്ചാറേ ചക്കര ചുക്കുണ്ട്. ആ ബൈക്കിൽ പോയ ആള് വാങ്ങിച്ചത് അച്ചാറോ ചുക്കുണ്ടയോ? ഞങ്ങൾ തമ്മിൽ വ്യാപാര ബന്ധമല്ല, ഞങ്ങള് കൂട്ടുകാരാ. ഓഹോ, കൂട്ടുകാരനായിട്ട് എന്തായിരുന്നു ഒരു നാട്ടുകാര്യം പറച്ചില്? നാട്ടുകാരിയല്ല, ഒരു കൂട്ടുകാരിയുടെ കാര്യ പറഞ്ഞത്. കുറച്ചു മുമ്പ് അതിലേ പോയ കൂട്ടുകാരിയോ? അവര് തമ്മിൽ എന്തോ ഉണ്ടല്ലേ? അവര് തമ്മിൽ എന്തോ ഉണ്ടല്ല, അവര് തമ്മിൽ ഇഷ്ടന്ന് വെച്ചാ പ്രേമോ? ആ, ഒക്കെ ഇപ്പൊ അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശരിക്കുള്ള പ്രേമാണെങ്കിൽ ഈ സിനിമയിലെ കൂട്ടി കെട്ടിപ്പിടിക്കണ്ടേ? അത്ര ഒന്നും ആയിട്ടില്ല, പക്ഷെ ആകും. ആ, എല്ലാം എന്നോട് തുറന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് ടോണി. നമുക്ക് ഇനിയും കാണണം കേട്ടോ. എന്തിന്? അല്ല, വെറുതെ ഒന്ന് കാണാൻ. അച്ചാറേ ചക്കര ചുക്കുണ്ടേ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എവിടെ വെച്ചാ കാണേണ്ടത്? എവിടെ വെച്ച് വേണമെങ്കിലും. ഹലോ, ആരാ? സുഷമേ, ദേ ഫോൺ. ആരാ രമണി ചേച്ചി? ഒരു സച്ചിൻ. ഹായ് സച്ചു, ഒരു പ്ലേസന്റ് സർപ്രൈസ്. കുറച്ചു മുൻപ് സച്ചുവിന്റെ കാര്യം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. 2-3 പ്രാവശ്യം ടോണി വിളിച്ചിരുന്നു. ആ ട്രീറ്റ് തരണം അവർക്കൊക്കെ നിർബന്ധം. ഓഹോ, വിളിച്ചാൽ സച്ചു വരുമെന്ന് എല്ലാവർക്കും സംശയം. ഞാൻ പറഞ്ഞു സച്ചിന്റെ കാര്യം എനിക്ക് വിട്ടേരെ, ഞാൻ കൊണ്ടുവന്നോളാന്ന്. ഞാൻ ഏറ്റതാ, ഇനി മാറാൻ പറ്റില്ല. അടുത്ത ഞായറാഴ്ച ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഐ വിൽ കം ആൻഡ് പിക്ക് യു അപ്പ്. ഓക്കേ? ആയിക്കോട്ടെ. പക്ഷേ എന്താ? അതിനു മുമ്പ് എനിക്ക് വാക്ക് എന്നൊരു സായാഹ്നത്തിന്റെ കാര്യം. സച്ചു പറഞ്ഞോളൂ, ഞാൻ റെഡി. അപ്പൊ മറ്റന്നാ വൈകിട്ട് തന്നെ കാണണം. എനിക്ക് സുഷ്മയോട് അന്നൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഓ യെസ്. അന്ന് ഞാൻ വന്ന് കളക്ട് ചെയ്തോട്ടെ? താങ്ക് യു. ബൈ. സുഷമയെ കുറിച്ച് അന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോള. കോടികളുടെ ബിസിനസ്സുമായി അച്ഛൻ ഓസ്ട്രേലിയയായി. ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടറായ അമ്മ കുവൈറ്റില്. ഇവിടെ വീട്ടില് ഒരകന്ന ബന്ധുവും ആ കുട്ടിയും മാത്രമേ ഉള്ളൂ. പിന്നീന്ന് പാർട്ടിക്ക് വന്ന തടിമില്ലുകാരൻ ഹരിയില്ലേ, അവിടെ ഇളയ അമ്മാവന. തൊട്ട കൈക്ക് ചെല്ലുന്ന വലിയ ചട്ടമ്പിയാ. കൂടാതെ വീട്ടുകാരൊക്കെ തമ്മിൽ എന്തൊക്കെയോ വഴക്കൊക്കെ ഉണ്ട്. പിന്നെ അധികകാലം ആ കുട്ടിയുടെ ഉണ്ടാവില്ല. 2 ആഴ്ച കഴിയുമ്പോൾ ആ കുട്ടിയുടെ കല്യാണം നിശ്ചയ. അമേരിക്കയിൽ ഡിസ്റ്റിങ്ഷനോടെ മെഡിസിൻ പഠിക്കുക പയ്യൻ കിഷോർ. കല്യാണ നിശ്ചയത്തിന് അച്ഛനും അമ്മയും വരുന്നുണ്ട് അടുത്ത ആഴ്ച. ചേടാ, പറയാനായിട്ടപ്പോ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൊരു കിടിലൻ ലവ് സ്റ്റോറി പറയാൻ പോകുന്നത്. അവസാനം എല്ലാം കൂടെ കളഞ്ഞില്ലേ? അല്ല, കല്യാണം ഉറപ്പിച്ചു വെച്ച കാര്യം ആ കുട്ടി ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച എന്താ? അവിടെയല്ലേ അതിന്റെ കുട്ടൻസ്. താനൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാ? ആ കുട്ടിയുടെ പാതി മനസ്സില് ആ അമേരിക്കക്കാരനുള്ള ഇഷ്ടവും ബാക്കി പാതി മനസ്സില് ഇയാളുള്ള ഇഷ്ടവും. അത് തന്നെ കാര്യം. എന്നിട്ട് താൻ എന്ത് ചെയ്തു? എന്റെ ഇഷ്ടത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുക. അത് സുഷ്മ തിരിച്ചറിഞ്ഞാൽ എല്ലാം അങ്ങ് തുറന്നു പറയുക. അതായിരുന്നു എന്റെ പ്ലാൻ. ബേഷ്, മിടുക്കൻ. അങ്ങനെ പിടി. എന്ത്? അന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ സ്നേഹം സുഷ്മ സമ്മതിച്ചു തന്നാൽ അവൾക്ക് കൊടുക്കാനായി ഞാനൊരു പ്രണയോപഹാരവും വാങ്ങി. എന്ത്? അവൻ ഇന്ന് അവൾ ഇവിടെ കൊണ്ടുവരുമെന്ന ചുക്കുണ്ട് എന്നോട് പറഞ്ഞത്. ഇവിടെ വെച്ച് നയത്തിൽ അവൻ അവന്റെ പ്രേമം അവളോട് പറയും. അവൾ സമ്മതിച്ചാൽ അവർ കൈകൊടുത്ത് പ്രേമം ഉറപ്പിക്കും. ഇല്ലെങ്കിൽ അവൻ ഈ നാട് വിടും. അതാണ് പ്ലാൻ. വരുന്നു.
ഒരു റിമോട്ട് മൈക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ സംസാരം മുഴുവൻ കേൾക്കായിരുന്നു. മെഴുകുതിരി. എനിക്കെന്തോ പോലെ. പറ സച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ കാൻഡിൽ ലൈറ്റിന് മുന്നിൽ വെച്ച് പറയണമെന്ന് തോന്നി. ആദ്യം പറയാനുള്ളത് ഇതാ. ഭയങ്കരൻ. കണ്ട നേരിട്ട് പറയാൻ പേടിച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തിരിക്കുക. ഒന്നില്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ കൈ കൊടുത്ത് ഉറപ്പിക്കും. ഇത് സച്ചുവിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണല്ലോ. ആ തീയതി ഒന്ന് നോക്ക്. ഇന്ന് സച്ചുവിന്റെ ബർത്ത്ഡേ ആണല്ലേ. ഹാപ്പി ബർത്ത്ഡേ സച്ചു. താങ്ക് യു. അയാൾക്ക് വരാൻ കണ്ടൊരു സമയം. അവര് കൈ കൊടുത്ത് ഉറപ്പിച്ചോ? പറയാറായിട്ടില്ല. അച്ഛനും അമ്മയും എപ്പോഴാ വരിക? ഉടനെ എത്തുമെന്നാ തോന്നുന്നത്. എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ? പിന്നെന്താ? പിന്നെ സുഷ്മയുടെ ആരായിട്ട് എന്നെ പരിചയപ്പെടുത്തുക? ആരായിട്ട് പരിചയപ്പെടുത്തണം? സച്ചു പറഞ്ഞോളൂ. ഞാൻ സുഷ്മയ്ക്ക് ആരാകണോ അതുപോലെ പരിചയപ്പെടുത്തിക്കോളൂ. അവര് വരട്ടെ സച്ചു. അപ്പൊ എങ്ങനെ വേണോ അതുപോലെ പരിചയപ്പെടുത്താം. ഓക്കെ. അതുവരെ സച്ചു എന്റെ ആരാ? പറ. സുഷ്മ പറഞ്ഞോളൂ. എന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്. എഗ്രീഡ്. താങ്ക് യു. കല്യാണ നിശ്ചയം എപ്പോഴാ? ഓ, സച്ചുവിനപ്പോ അതൊക്കെ അറിയാമായിരുന്നു അല്ലേ? സുഷ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു. ഹൗസ് യു വുഡ് ബി കിഷോർ? കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടിട്ടുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ മകനാ. സുഷ്മയ്ക്ക് ഇഷ്ടമാണോ ആളെ? അടുക്കുന്നുണ്ട്. അവര് തമ്മിൽ എങ്ങോട്ടോ അടുക്കുന്നുണ്ട്. ഇന്നൊന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. നിക്കടാ, നോക്കാം. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരേജ്. താങ്ക് യു. നമുക്ക് പോവാം. സോ യു ആർ മൈ സ്പെഷ്യൽ ഫ്രണ്ട്. എനിക്ക് അങ്ങനെ ഒരാളെ വേണമായിരുന്നു സച്ചു. I'll be a special friend always. ഉറപ്പിച്ച്. അവൾ എന്താ ഈ കാണിക്കുന്ന? എല്ലാ കുഴപ്പമല്ലേ ഈശ്വര. അലവലാതി അവൻ മയക്കെടുത്ത് കളഞ്ഞല്ലോ. ടോണി, അവളോട് ഇതിനെ കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചാലോ? വേണ്ട, പ്രൊഫസർ അങ്കിളിന് വിവരം അറിയിക്കാം. വരട്ടെ, നമ്മളൊന്നും ഇത് അറിഞ്ഞേ ഭാവിക്കണ്ട. അവൾ ഇങ്ങോട്ട് പറയാൻ നോക്കാം. അവള് പറഞ്ഞ ട്രീറ്റ് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ പ്രേമ ശരിക്കും അടുത്ത് നിന്ന് കാണണം. അവർക്ക് വേണ്ടി നിറപറയും നിലവിളക്കും താലപ്പൊലിയും മണിയറയും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യും. അപ്പോ കയ്യിന്ന് പോയിട്ടില്ല, എന്നാ കൈ കിട്ടിയിട്ടുമില്ല. കയ്യിൽ നിന്ന് പോയി പുണ്ണി. ഒരു ശ്രമം അപ്പാടെ പാഴെ. ഇനിയൊരു അവസരം എനിക്ക് കിട്ടില്ല. കല്യാണ നിശ്ചയത്തിനായി പേരൻസ് എത്തുക ഉടനെ. അവൾ ആഗ്രഹിച്ചതുപോലെ ഫ്രണ്ട് ആയിരിക്കുക എന്നും അതേ കൂടുതലൊന്നും ഞാൻ ആശിച്ചുകൂടും. ഇനി ഇതെന്താ ചെയ്യുക? വെച്ചേര്, എന്നെങ്കിലും ആശകള് പൂവണിയുമായിരിക്കും. അപ്പൊ കൊടുക്കാലോ. ആ ആശ ഉടഞ്ഞു പോയി. അതേപോലെ ഇത് ഞാൻ ഉടക്കിയ. ഇത് പേര് വെക്കാതെ ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കട്ടെ. അതിലൊരു കുറിപ്പടി എഴുതിയേക്കാം. ചരമമടഞ്ഞ എന്റെ പ്രണയത്തിന്റെ ഉപഹാരമാണെന്ന്. അയച്ചു കൊടുക്കട്ടെ. പാർസൽ ചെയ്ത് അയച്ചു കൊടുക്ക്. ചിലപ്പോ അതായിരിക്കും ഒരു വഴിത്തിരിവ്. എന്നെങ്കിലും അവൾ തിരിച്ചറിയും ഇതിൽ സച്ചുവിന്റെ സ്നേഹത്തിന്റെ മണമുണ്ടെന്ന്. ശരിയാ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം. പോട്ടെ. ഞാനും പോവാ നാളെ. ഇനി എപ്പോഴാ വരിക? വലിയ പള്ളിയിലെ അടുത്ത പെരുന്നാളിന്, അടുത്ത കൊല്ലത്തില്. പോയിട്ട് വാ പുണ്ണി. അപ്പോ സുഷമ അമേരിക്കയിലായിരിക്കും. ഞാൻ എവിടെയെങ്ങോ അറിയില്ല. ഇയാളിതെന്താ ഉള്ളു മുഴുവൻ ആ പെങ്കൊച്ചിനോടുള്ള പ്രേമവും പൊതിഞ്ഞു വെച്ചോണ്ട് അത് തുറന്നു പറയാതെ കൂട്ടുകാരനും കൂട്ടുകാരും കളിക്കുക?
ആ മെഴുകിരി വട്ടത്തിരുന്നപ്പോ ഐ ലവ് യൂന്ന് നീട്ടി ഒരു കാറ്റ് കാച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടി കയ്യിരുന്നേനെ. അത് ശരിയല്ല. കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണിനോട് അതിര് കവിഞ്ഞ് ഒന്നും കയറി പറയാതിരുന്നത് ന്യായമായെന്നേ ഞാൻ പറയൂ. ആ അഭിപ്രായ എനിക്കും. പറയാതിരുന്നത് നന്നായി. ഷടാ, ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ആ പെങ്കൊച്ചിനെ ആ അമേരിക്കക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കുന്ന ലക്ഷണമാണല്ലോ. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇയാളെ കൊണ്ട് തന്നെ ആ പെൺകുട്ടി ഞങ്ങൾ കെട്ടിപ്പിക്കും. പറ, നിങ്ങൾ തമ്മിൽ എപ്പോ പ്രേമം തുടങ്ങി? അത് വേണ്ട, അത് അതിന്റെ ഒഴുക്കിലങ്ങ് പറഞ്ഞാ മതി. ഡോൾ അയച്ചു കൊടുത്തപ്പോ അതിനെക്കുറിച്ച് സുഷമ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ടോണിയും ഗ്രൂപ്പ് ഒരുക്കിയ ട്രീറ്റിന് പോകുന്ന വഴി വെച്ച്. സച്ചു, എന്നെ പ്രേമിക്കുന്ന ഒരാള് ഈ പരിസരത്തിൽ എങ്ങോ ഉണ്ട്. ഇന്നലെ ഒരു പ്രേമോപഹാരം അയച്ചു തന്നിരിക്കുന്ന ഒരാള്. ആര്? ടോണിയോ സുധീരോ അല്ലെങ്കിൽ അരുൺ ഗ്രൂപ്പിൽ ആരെങ്കിലോ. നോക്കട്ടെ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ കണ്ടുപിടിച്ചു തരാം അയച്ചാളെ. ഷുവർ? പ്രോമിസ്? ഡോക്ടർ ഓമന ബാബുനാഥ്, ഇതെന്റെ അച്ഛൻ ബാബുനാഥ്. ഈ അമ്മയോടുള്ള എന്റെ ഇഷ്ടത്തിന് 100-ൽ 50 മാർക്കാണെങ്കിൽ ഈ അച്ഛനോടുള്ള എന്റെ ഇഷ്ടത്തിന് 100-ൽ 200 മാർക്കാണ്. അതെന്താ അങ്ങനെ? അമ്മയും ഞാനും തമ്മിലുള്ള അടുപ്പം വളരെ കൂടുതലായി പോയതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കാം. പക്ഷേ കുട്ടിക്കാലം മുതലേ അച്ഛനും എന്റെ എല്ലാം. പാട്ട് പാടി തരുന്നതും അച്ഛൻ, കഥ പറഞ്ഞു തരുന്നതും അച്ഛൻ, വഴക്കുണ്ടാക്കാൻ മാത്രം ഈ അമ്മ. അത് അടുപ്പത്തിന്റെ കൂടുതലുണ്ടല്ലേ, സാരമില്ല. ഇതാണ് സച്ചു ചോദിച്ച ആള്. കിഷോർ? പഴയ ഫോട്ടോയാ. ഹൗസ് ഹി? വെരി ഗുഡ്. നേരെ ഒരുപാടായി സുഷ്മ, ഞാൻ പോട്ടെ. ശരി, വാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഹലോ പറഞ്ഞാലേ നീ ഹലോ പറയൂ. ഞാൻ കൈ നീട്ടിയാലേ നീ ഓടി വരൂ, അല്ലേ? ശരി, ഞാൻ തന്നെ എപ്പോഴും തോറ്റു തന്നേക്കാം. വാ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ ആർ യു? ഫൈൻ, വെരി ഫൈൻ. എവിടെ? അച്ഛൻ എവിടെ? ആസ് യൂഷ്വൽ, തിരക്കോട് തിരക്ക്. ഇന്നലെ കുവൈറ്റിലെത്താന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എത്തിയില്ല. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അച്ഛൻ വരില്ല? ആ, തിരക്കൊഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഒറ്റ മകളല്ലേ, വരാതിരിക്കില്ല. ഏതായാലും അമ്മയെങ്കിലും വന്നത് നന്നായി. എനിക്കൊരു അമ്മയുണ്ടെന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിയുമല്ലോ. തുടങ്ങി അവള്. വന്ന് കയറുമ്പോഴേക്കും തുടങ്ങുമെന്ന് അല്ലല്ലോ എനിക്കറിയാമായിരുന്നു. ദേഷ്യപ്പെടാതെ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒന്നും ഉദ്ദേശിച്ചില്ല. ചോക്ലേറ്റ്സ് ഒക്കെ ഏത് പെട്ടിയില്ല? ആ പ്ലാസ്റ്റിക് ബാഗിൽ കാണും. വാ. എങ്ങനെയുണ്ട് രമണി അവള്? എന്താ, കറക്കമൊക്കെ ഇപ്പോഴും ഉണ്ടോ? കറക്കമൊക്കെ ഉണ്ട്. ആരൊക്കെയാ കൂട്ടുകാര്? പഴയവരൊക്കെ തന്നെ. പക്ഷേ ഇപ്പൊ പുതിയൊരാള് കൂടിയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല. ആരാ? പുതിയ ആളുടെ പേര് സച്ചിൻ. സച്ചിൻ മാധവൻ. മാവേലിക്കരയിലെ വീട്. ഇവിടെ MCAക്ക് പഠിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയണോ?
അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാലോ. എന്തിനാ രമണി ചേച്ചിയോട് രഹസ്യമായിട്ട്? രഹസ്യമായി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അറിയാൻ നടക്കുന്നത് നീയാ, ഞാനല്ല. ഓസ്ട്രേലിയയിലെ നമ്പറിൽ വിളിച്ചിട്ട് അച്ഛനെ കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ അച്ഛന്? ആ ഒരു നമ്പറേ എനിക്കും അറിയൂ. വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാലോ. വിളിക്കട്ടെ. ഹലോ ഹലോ. എത്ര പ്രാവശ്യം വിളിക്കണം അച്ഛനെ ഒന്ന് കിട്ടണമെങ്കിൽ? മോളെ, എന്റെ അച്ഛൻ വന്നില്ല. ഐ എം സോറി മോളെ, ഐ വാസ് ബിസി. ഇത് വെറും കല്യാണ നിശ്ചയല്ലേ, ഫോണിൽ കൂടെ ഉറപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് നിർബന്ധം അത് ആഘോഷമായിട്ട് കൊണ്ടാടണമെന്ന്. നടക്കട്ടെ. അപ്പോ അച്ഛൻ വരില്ല? നിശ്ചയം അമ്മ നടത്തിയാല് മോടെ കല്യാണം അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് നടത്താലോ. ഞാൻ ചോദിച്ചത് അച്ഛൻ വരുമോന്നാ. നോക്കട്ടെ, തീയതി നിശ്ചയിക്കട്ടെ, എന്നിട്ടെത്താൻ ശ്രമിക്കാം. അച്ഛൻ വന്നില്ലെങ്കിൽ? നോക്ക്, സന്തോഷമായിട്ടിരിക്കണം. അച്ഛന്റെ ആഗ്രഹം അത്. വരാൻ ശ്രമിക്കാം. അച്ഛൻ വരും, എനിക്കറിയാം. എന്റെ അച്ഛൻ വരും. സുഷമ, ഐ ലവ് യു സോ മച്ച്. ഞാൻ വെക്കുക, ഇനി ഫോൺ ചെയ്യില്ല. എനിക്ക് അച്ഛന്റെ സ്വരം കേൾക്കണ്ട, കണ്ടാ മതി. വെക്കുക ഞാൻ. നീ എന്നോട് പിണങ്ങിയോ? എനിക്കെന്ത് പിണക്കം? എന്നാ പറ, വർത്തമാനം പറ. അമ്മ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. നിനക്ക് കാണണ്ടേ? എന്ത്? കിഷോറിന്റെ പുതിയ ഫോട്ടോഗ്രാഫ്. ഏത് കിഷോർ? ഓ, ഒന്നും അറിയാത്തതുപോലെ. നാളെ തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച് അറിയിക്കാന്ന് പറഞ്ഞാ ഞാൻ എത്തിയത്. 2 ആഴ്ചക്കകം ഈ നിശ്ചയം നടത്തണം. ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ? എന്താ അങ്ങനെ പറഞ്ഞത്? നീ സമ്മതിച്ചല്ലേ ഇതൊക്കെ? അത് മുൻപ്. ഇപ്പൊ എനിക്ക് സമ്മതമല്ല. എന്തേ? നിശ്ചയത്തിന് അച്ഛൻ വരുമോ? വരും. എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പൊന്നും നീ അറിയണ്ട. സമയമാകുമ്പോ അച്ഛൻ എത്തും. അതാ അച്ഛന്റെ പതിവ്. എങ്കിൽ അച്ഛൻ എത്തി കഴിഞ്ഞിട്ട് തീയതി നിശ്ചയിക്കാം. അച്ഛൻ എത്തുന്നില്ലെങ്കിൽ ഈ കല്യാണം എനിക്ക് വേണ്ട. അച്ഛൻ എത്തിയില്ലെങ്കിൽ നിശ്ചയം ഞാൻ നടത്തും. നടത്തിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ കല്യാണമേ എനിക്ക് വേണ്ട. അറിയാവടി, അച്ഛൻ വന്നാൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കില്ല. അതെനിക്കറിയാം. ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ആരടി പാതിരേക്ക് നീ മുറിക്കകത്ത് വിളിച്ചു കയറ്റി ആ ചെറുപ്പക്കാരൻ? നിനക്ക് അവന് തമ്മിൽ എന്താ? പറ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അച്ഛന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ എന്താ കാരണം? പറ, അവനുമായി നിനക്ക് എന്താ? പറയടി. പ്രേമം. സച്ചിൻ മാധവന് ഞാൻ തമ്മിൽ പ്രേമോ? സച്ചിൻ എനിക്കും ഞാൻ സച്ചിനും വാക്ക് കൊടുത്തു. ഇനി ഞങ്ങൾ പിരിയില്ല. അമ്മ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്ക്, ഈ കല്യാണം നടക്കില്ലെന്ന്. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയില്ല. ഏതാ ഈ സച്ചിൻ മാധവൻ? ഇല്ല, ഇവിടെ ഇല്ല. നിങ്ങളൊന്നും അറിയാതിരിക്കില്ലല്ലോ. അവളും ഈ സച്ചിൻ മാധവനും തമ്മില് എങ്ങനാ? സുഷമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സച്ചു സുഷമയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ? ഇല്ല, അവര് രണ്ടുപേരും മാത്രമായി പലപ്പോഴും കാണാറുണ്ട്, പലയിടത്തും വെച്ച്. നേരാണോ? സച്ചു, എന്താ? ഞാനൊരു സ്വാതന്ത്ര്യം കാണിച്ചു. സച്ചുവിനെ കൂടെ ചേർത്ത് ഞാൻ അമ്മയോട് ഒരു കളവ് പറഞ്ഞു. എന്ത് കളവ്?
സത്യത്തിൽ അമ്മ ഓരോന്നോരോന്ന് കുത്തി ചോദിക്കാൻ വന്നപ്പോ ഒരു വാശിക്ക് ഞാനങ്ങ് പറഞ്ഞു പോയതാ. എന്ത്? ഞാനും സച്ചിനും തമ്മിൽ പ്രേമമാണെന്ന്. സോറി, സച്ചിനൊന്നും തോന്നരുത്. എന്തിനാ ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയണത്? ഏത് സാഹചര്യത്തിലായാലും സുഷ്മ അത് പറയാൻ പാടില്ലായിരുന്നു. ഉടനെ പോയി അമ്മയോട് തിരുത്തണം, സുഷ്മ തന്നെ. ഇല്ല സച്ചു, കുറച്ചു നാളിതിങ്ങനെ തന്നെ ഇരിക്കട്ടെ പ്ലീസ്. പറ്റില്ല, തിരുത്തണം. നമ്മൾ തമ്മിയൊന്നും ഇല്ലല്ലോ. ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ഞാൻ സമ്മതിക്കില്ല. സുഷമ തന്നെ പോയി പറയുന്നതോ ഞാൻ പോയി പറയണോ? എന്താ എന്താ കാര്യം? പറ സുഷമ. സച്ചുവിനറിയാമോ, ധൃതി പിടിച്ച് എന്റെ ഈ കല്യാണത്തെ നടത്തിയിട്ട് എന്റെ അച്ഛനും അമ്മയും അവരുടെ കല്യാണത്തെ പേർപ്പെടുത്തുകയാ. അവരെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ചൊന്ന് കണ്ടിട്ട് എത്ര നാളെന്നറിയാമോ സച്ചുന്? 3 വർഷം. മാനസികമായി എന്നേ അവർ പിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അവരുടേത് ഒരു അനൗൺസ് ചെയ്യാത്ത ഡൈവോഴ്സ് ആണ്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുക അവര്. പിരിയാൻ അച്ഛനെ ഒന്ന് വരുത്താനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കണ്ടാ മതി ഈ കളവിന്. രണ്ടുപേരോടും അവർ പിരിയില്ലെന്നൊരു വാക്ക് വാങ്ങിക്കണം എനിക്ക്. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് എല്ലാം ഞാൻ നിന്നു കൊടുക്കാം. അതല്ല, അവര് പിരിയുകയാണെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഒരു ജീവിതം? I love them both. I need them both. സച്ചു എന്നെ സഹായിക്കില്ലേ? എല്ലാം ഭംഗിയായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം ഇതൊരു കളവായിരുന്നു എന്ന് എല്ലാവരോടും. ആയിക്കോട്ടെ, സുഷമ എന്താ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാനുണ്ട് കൂടെ. താങ്ക് യു സച്ചു. ഇതിന്റെ ഏറ്റവും വലിയ അതിശയം അവരുടേതൊരു പ്രേമവിവാഹമായിരുന്നു എന്നുള്ളതാണ്. എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചെറിഞ്ഞ് അമ്മ ഇറങ്ങി പോവുകയായിരുന്നു അച്ഛനോടൊപ്പം. ഇപ്പോ എന്റെ കല്യാണ നിശ്ചയം ഇവിടെ വെച്ച് നടത്തി സ്വന്തം അച്ഛനോടും അമ്മയോടും ഹരിമാമനോടും അടുക്കാൻ ശ്രമിക്കുകയാണ് അമ്മ. ആരാ? എന്താ? പണ്ടെപ്പോഴോ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോഴെന്താ? ഓമന ചേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടിലാകെ ബഹളം ഉണ്ടായപ്പോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. എവിടെ പോയാലും ഈ ഹരിക്കുട്ടിനെ കഥ പറഞ്ഞാൽ ഓടിയെത്തുമെന്ന് കാത്തു കൊതിച്ചിരുന്നിട്ടുണ്ട് വർഷങ്ങള്. കാണാതായപ്പോ ഞാനും മാറിപ്പോയി, മുരടിച്ചുപോയി. ഇപ്പോഴെന്താ വേണ്ടേ? നിന്റെ പരിഹാസം കേൾക്കാനല്ല ഹരി ഞാൻ വന്നത്, ഒരു സഹായത്തിനാ. എന്ത് സഹായത്തിന്? 1000 മനസ്സുമായി ഞാൻ ഇപ്പോഴുണ്ട് ചേച്ചി. വാ. അമ്മ എന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ഒരു ഊഹവുമില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ സച്ചു. ഞാനും നാളെ മാറുക ഹോസ്റ്റലിലേക്ക്. നന്നായി, ആർക്കും പിടികൊടുക്കാതെ കഴിയാലോ. വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. പോട്ടെ. എവിടെ പോയിരുന്നു നീ? അറിയാമല്ലോ, സച്ചിൻ മാധവനെ കാണാൻ. ഒരു കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാ നീ. ആ കല്യാണം മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ വിളിച്ചു പറ ചെറുക്കനോട്, എന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറ. പറയാം, അമ്മ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണം മാത്രമേ നടക്കൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം. ഇപ്പോഴല്ല, പിന്നെ. എന്താ ഇപ്പൊ പറഞ്ഞാൽ? എനിക്ക് പിന്നെ പറയാനാ തോന്നുന്നത്, ഇപ്പോഴല്ല. ശരി, എങ്കിൽ അതുവരെ അവനെ കാണാനേ പാടില്ല. കാണും, എനിക്ക് തോന്നുമ്പോ തോന്നുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കാണും. കാണില്ല, അവനെ നീ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണില്ല. ഈ വീട്ടിൽ നിന്ന് നീ ഇനി പുറത്തിറങ്ങിയില്ല. ആരൊക്കെ എതിർത്താലും ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ ഞാൻ തന്നെ നടത്തും. ഇവിടെ വെച്ച് പറ്റിയില്ലെങ്കിലും കുവൈറ്റിൽ വെച്ച് അതിൽ നടത്തും. വാടി.
അമ്മ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ കാണിക്കരുത്. ആടി ഇവിടെ. Let me talk. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. വാ. Let us stop now. വേണ്ടെന്ന് പറഞ്ഞില്ലേ? It was just a lie. ഞാൻ വിശ്വസിക്കില്ല. ഒക്കെ ഞാൻ അറിയും. അമ്മേ, പറയുന്നത് കേൾക്ക്. Open the door. I said open the door. You'll regret. Open the door. അമ്മയ്ക്ക് സപ്പോർട്ടായി ഹരിമാമനുണ്ടല്ലേ? പലരുടെയും മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് വേലി ചാടിയതാ എന്റെ പെങ്ങള്. ആ പെങ്ങളുടെ മകള് മതിൽ ചാടണ്ട. ഹരിമാമ, believe me, ഇതെല്ലാം ഒരു കളവാ. എനിക്കൊന്നും വേണ്ട. എന്റെ അച്ഛനൊന്നും വന്നു കിട്ടിയാ മാത്രം മതി. നിന്റെ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം നിനക്ക് നല്ലതാണെങ്കിൽ അതേ നടക്കും. എന്നെ വീണ്ടും ഒറ്റയ്ക്കാക്കിയിട്ട് താൻ പോവല്ലേ? സാരമില്ലടോ, വല്ലപ്പോഴൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. വല്ലപ്പോഴും അല്ല, മിക്കപ്പോഴും ഇറങ്ങും. പിന്നെ എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരിക്കലും എടുത്തോളാം. ഞാൻ ഇറങ്ങട്ടെ. കീ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ എന്റെ മോള്. അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ആരും തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. എനിക്ക് എന്റേതായ 100 പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിത്തരണം. ശാസിച്ച് പറയല്ല, അപേക്ഷിക്കുക. മാറുമോ? സുഷമ ഒരിക്കൽ നിങ്ങളുടെ മുൻപിൽ വെച്ച് എന്നോട് പറയും മാറാൻ. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ മാറി തന്നോളാം. അതിനർത്ഥം സുഷമ പറയാതെ മാറില്ല. കൂടുതലൊന്നും പറയാൻ എനിക്കാവില്ല, അറിയില്ല. നീ മാറൂടാ. അവള് പറയാതെ തന്നെ നീ മാറും. അല്ലെങ്കിൽ ഈ നാട്ടിലിട്ട് നിന്റെ കയ്യും കാലം ചെത്തിയെടുത്ത് ഞാൻ അയച്ചു കൊടുക്കും. നിന്റെ തൊണ്ടയ്ക്കും തുളയ്ക്കും. മാറൂടാ നീ. ഞാൻ പറഞ്ഞല്ലോ, സുഷമ പറയട്ടെ, അപ്പൊ മാറാം. അവളെങ്ങാനി ഇനി ഒരിക്കൽ കൂടി കണ്ട നിന്റെ നെഞ്ച് കുത്തി പൊളിക്കും ഞാൻ. സച്ചോട്ടാ, സുഷമ ചേച്ചിയെ കുവൈറ്റിൽ കൊണ്ടുപോകാൻ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി. ആരും പറയാൻ ഞാൻ പോയി തുറന്നു വിട്ടു. ഇപ്പൊ അടുത്ത് ഒളിച്ചിരിക്കുക. സച്ചോട്ടനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വാ സച്ചോട്ടാ. എന്താ ഇത് ബാഗൊക്കെ ആയിട്ട്? ഇനി എനിക്കും വാശിയാ സച്ചു. അച്ഛനെ ഞാൻ വരുത്തും. അതുവരെ ഞാൻ ഒരിടത്തേക്ക് മാറുക. എങ്ങോട്ട്? അമ്മയുടെ മുൻപിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. ഇനി തോറ്റുകൂടാ. എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കുസുമം. ഞാൻ അങ്ങോട്ട് പോവാ. അത് സച്ചുവിനോട് പറയാനായിരുന്നു. നിക്ക്. ഇല്ലാത്ത നമ്മുടെ ഈ പ്രേമം വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്നിനും ധൃതി വേണ്ട. എല്ലാം ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി. നന്ദു, നീയും ചുറ്റിയിട്ട് വാ. എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാലോ. വാ, ഇവിടെ ഇരി. സുഷമയുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എവിടേക്കാണെന്ന് ഒരു പിടുത്തമില്ല. ആരെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം അവളെ. എല്ലാ വീട്ടിലും കയറിയിറങ്ങി തപ്പിട്ട് അവൾ എവിടെയെങ്കിലും കണ്ടുപിടിച്ചെന്നെ അറിയിക്കണം. പിന്നെ സച്ചിൻ എന്ന് പറയുന്ന പയ്യനെ കണ്ട ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരെ. പൊയ്ക്കോളൂ. ഈ പട്ടണം വിട്ട് അവൾ എങ്ങോട്ടും പോകാൻ പാടില്ല. പോവില്ല. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സച്ചോട്ടാ, എല്ലാരും സുഷമ ചേച്ചി തരയുകയാ. സുഷമ ചേച്ചിക്ക് എങ്ങും പോകാൻ പറ്റില്ല. പുറത്തിറങ്ങി അപ്പ പിടിക്കും. ശരിയാ, അന്വേഷിക്കുക വരില്ല. അയ്യോ, ഞാൻ പോവാ. ഇനിയിപ്പോ എങ്ങനാ? എല്ലാവരെയും കണ്ണു വെട്ടിച്ച് സുഷ്മിക്ക് കുസുമത്തിന് വീട്ടിൽ ചെന്ന് ചേരാനാവില്ല. എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ. എന്നെ കാണാനില്ലെന്ന് അറിയുമ്പോ
എന്റെ അച്ഛൻ ഓടി വരും. എനിക്കറിയാമത്. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്നെ എങ്ങനെയെങ്കിലും കുസുമത്തിന്റെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുമോ സച്ചുവിന്? പ്ലീസ് സച്ചു. വാ, ശ്രമിക്കാം. அந்த பசங்க கிட்ட கேட்டா போறோம். கேளுடா. അടുത്ത പട്ടണത്തിലേക്ക് പോവാനാ. ഹൈവേയിലേക്കുള്ള വഴിയേതാ? ഞങ്ങളും അങ്ങോട്ടാ. വഴി കാണിച്ചു തരാം. ഒന്ന് ഇറക്കിയേക്കാവും. ஏறிக்க சொல்ற. ആ കയറി കയറി കയറിക്കും. ആരും കാണണ്ട, കിടന്നോളൂ. ആ യാത്ര എന്റെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കിഷോറിനെ വലിച്ചെറിഞ്ഞിട്ട് സുഷമ എന്റെ മാറിലേക്ക് ഓടിയെത്തുമെന്നും എനിക്ക് ഉറപ്പായി. എനിക്ക് ഉറപ്പായിടോ. എനിക്കും. എന്നിട്ട് മാറിൽ വന്ന് എത്തിയോ? പറയാം, ഒന്ന് റിലാക്സ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ യാത്ര എന്റെ പ്രണയത്തിന്റെ സ്വർഗകവാടം തേടിയുള്ളതായിരുന്നുവെന്ന്. തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സുഷമ ഉറങ്ങി. രാത്രി ഏറെ ചെന്നു. ലോറി എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത് സ്ലോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതൊരു ബ്രോത്തലായിരുന്നു. പ്രോട്ടലാ എന്ന് വെച്ചാല് വേശ്യാലയം. എവിടെ അഡ്രസ് പറ. എന്തിനാ അങ്ങോട്ട് പോവാനാ? അല്ല, പോലീസിനെ അറിയിക്കാനാ. എന്നാ താൻ പോയി അറിയിച്ചിട്ട് വാ, ഞങ്ങൾ കഥ കേൾക്കാം. പറ സച്ചു. എന്നെ എവിടെയെങ്കിലും അടിച്ചിട്ടിട്ട് സുഷമ എവിടെ ആക്കാനാണ് അവരുടെ പരിപാടി എന്ന് ഞാൻ ഭയന്നു. മറ്റൊന്നും ആലോചിച്ചില്ല. സുഷമയെ വിളിച്ചു നിർത്തി ഞങ്ങൾ ഓടി. നമ്മളിത് എവിടാ സച്ചു? അറിയില്ല. ഇനി എങ്ങോട്ടാ പോവാ? പോയി നോക്കാം. ഫോൺ ചെയ്യാൻ ഇടം കിട്ടിയിരുന്നെങ്കിൽ. അങ്ങോട്ട് നോക്കണ്ട സച്ചു, അങ്ങോട്ട് നോക്കണ്ട. ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നു. സാരമില്ല, മൈൻഡ് ചെയ്യണ്ട. ബസ് ഇനി രാവിലെ ഉള്ളൂ. പക്ഷെ നമ്മൾ രക്ഷിക്കാൻ അവർ വരുന്നുണ്ട്. ഞാൻ എല്ലാവരോട് പറഞ്ഞു. ആര്? എന്റെ ഫ്രണ്ട്സ്. എങ്ങോട്ടാ? ഇവിടെ ഇത്ര അധികം സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ തന്നെ വന്നിരിക്കണോ അല്ലേ? അതിനിപ്പോ എന്താ, ഇത് പൊതുസ്ഥല. എനിക്ക് ഇഷ്ടമുള്ളടത്ത് ഞാനിരിക്കും. സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വാ. என்னன்னு உங்களுக்கெல்லாம் என்ன? வாங்க, வண்டி ரெடி. ம் ம் സച്ചു അയ്യോ എന്താണ് ഇത്? നീ സച്ചുനെ കൊണ്ട് വണ്ടിയിലോട്ട് വെക്കോ. ഞാൻ തന്നെ. അതെ, കണ്ടാ തോന്നും കട്ടോണ്ട് വന്നാണെന്ന്. എന്നാ സത്യം അതല്ല. അത് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കുട്ടിയാ. എന്റെ ഫ്രണ്ട് സച്ചുവിന്റെ ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി വിടണം. അത്രേ ഉള്ളൂ. വെക്കട്ടെ. കട്ടോണ്ട് വന്നത് തന്നെയാ. ശരിയാ, ഞങ്ങളുടെ ലോറിയിലാ അവര് വന്നത്. எப்படியும் பிடிச்சுக்கலாம்.
എല്ലാവരും കൂടി അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുക ബോംബെയില്. അടുത്ത ആഴ്ചയാ ഓപ്പറേഷൻ. അതൊക്കെ കഴിഞ്ഞ് വരൂ. ഇനിയിപ്പോ എങ്ങനെ? നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനങ്ങ് തിരികെ പൊയ്ക്കോളാം. സുഷമയ്ക്ക് സച്ചിനെ പോലെ ഞങ്ങളെയും കരുതാമെങ്കിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനൊരിടം ഞാൻ ഒപ്പിക്കാം. എവിടെ? എന്റെ ചേട്ടൻ വിശ്വനാഥ പിള്ളയുടെ വീട് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. പുള്ളി ടൂറില്ല. താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. വേണേ ഒരു 5-6 ദിവസം നമുക്ക് അവിടെ താമസിക്കാം. എന്തു പറയുന്നു? എല്ലാം സച്ചു പറയും പോലെ. ഒന്നും പേടിക്കണ്ട. ഞാൻ സുഷ്മയുടെ കുസുമ വന്ന് കരുതിയാൽ മതി. ഞാനും അതെ, ഞാനും കുസുമ തന്നെ. ഞാൻ പിന്നെ കുസുമ ആണല്ലോ. മറിക്കെ. അപ്പോ ഈ 4 കുസുമത്തുകളും കൂടി ഈ സുഷമത്തി അങ്ങ് കൊണ്ടുപോവാ. ഓക്കെ, റെഡി? 1 2 സച്ചു അമ്മയെയും അച്ഛനെയും വിളിച്ചോ? അമ്മയെ വിളിച്ചു. എന്നിട്ട് ഉള്ളതൊക്കെ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. അപ്പോ സുഷ്മയെ നന്നായി നോയിക്കൊള്ളേന്ന് പറഞ്ഞു അമ്മ. സുഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു അമ്മ. സച്ചു ഒരു ഭാഗ്യവാനല്ലേ? സുഷ്മ എന്തറിയുന്നു? എന്താ അങ്ങനെ? ഒന്നുമില്ല. എടാ വിജയരാഘവ, മജീദ് സർവത്ര കുഴപ്പമായി. നാട്ടുകാരൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. എടാ, ആ പലചരക്ക് കിടക്കാരൻ ചോദിച്ചു സുഷമ ആരാണെന്ന്. ഞാനങ്ങ് പറഞ്ഞു പോയി നാടക നടിയാണെന്ന്. നമ്മളൊക്കെ റിഹേഴ്സലിൽ വന്നതാണ്. പുല്ല് പരിപാടി കാണിക്കരുത്. എടാ, ഇടയ്ക്ക് റിഹേഴ്സൽ കാണാൻ കയറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്. ആരെങ്കിലും വന്നാൽ റിഹേഴ്സൽ ചെയ്യാൻ അറിഞ്ഞ് ഡയലോഗ് എഴുതി വെച്ചോ. പിന്നെ സംശയം തോന്നാതിരിക്കാൻ നടിക്ക് ഉടനെ നമ്മളൊരു തള്ള ഉണ്ടാക്കണം. പുലിവാലായ ഇങ്ങനെയുള്ള കേസുകളിൽ കുറച്ച് പുലിവാലൊക്കെ പിടിക്കേണ്ടി വരും. സച്ചിതേ, സുഷ്മ മേലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. എടാ, ഇത് കുണ്ടറയാണോ? പിന്നല്ലാതെ. എന്നെയും സുഷ്മ അറിയാവുന്ന കുണ്ടറ ശാരങ്ങൻ അപ്പുറത്ത്. അയാൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ. നമ്മളൊക്കെ എത്തിയവരും ചിലപ്പോ വന്നേക്കും ഇങ്ങോട്ട്. ഇതിപ്പോ സർവത്ര പുലിവാലായല്ലോ. ഇതുതാ വീട്. വാ, നമുക്ക് അകത്ത് കയറി തിട്ടപ്പെടുത്തിട്ട് പോവാം. പുള്ളിയെങ്ങാനും വന്നാൽ എന്നെയും കാണരുത്, സുഷ്മയും കാണരുത്. ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പുള്ളിയെ കൈകാര്യം ചെയ്തോണം. എടാ, ചാരങ്ങൻ വരുന്നു. നീ ടെൻഷൻ അടിക്കാതെ, അത് ഞാനും മജീദ് ഏറ്റു. വാ. പിന്നെ നീ സച്ചിനെയും സുഷമയും കൊണ്ട് മോളി പോരുന്നോ? വാ. നമസ്കാരം. എവിടെ? വിശ്വനാഥൻ പിള്ളയുടെ അനിയനോട് പോയി. പുറത്തേക്ക് പോയിരിക്കുക. ആരാ? കുണ്ട്ര ശാരംഗൻ എന്ന് പറയും. ഈ വീടിന്റെ നോക്കി നടത്തപ്പൊക്കെ ഞാനാ. ഇവിടെ അടുത്താ താമസം. ഇരിക്കും. ഒരു നടി ഉണ്ടെന്ന് കേട്ടു. നടി വരുമോ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ? അത് വന്നവള് പിണങ്ങിപ്പോയി. പുതിയ ആളെ തപ്പിപ്പോയിരിക്കുക വിക്രമൻ. അപ്പൊ ഇന്ന് എത്തും. എന്താ നാടകത്തിന്റെ പേര്? വസുന്ധരാപഹരണം. നല്ല പേര്. ഏത് കലാസമിതിയുടേതാ? വസുന്ധര കമ്പൈൻസ്. അതും കൊള്ളാം. ആരാ എഴുതിയത്? ഏതോ ഒരു വസുന്ധര. ആരാ നൃത്ത സംവിധാനം? വസുന്ധര PP. ഗാനരചന? PP വസുന്ധര. മറ്റതോ? ശബ്ദം വിളിച്ചോ? വസുന്ധര ആൻഡ് വസുന്ധര. സംവിധാനോ? എക്സൈസ് പങ്കജാക്ഷൻ പിള്ള ഉപേക്ഷിച്ച വസുന്ധര. പിന്നെ കാണാം നമുക്ക്. പിന്നെ ആരാ ഇവന്മാര്? വസുന്ധര ഉപേക്ഷിച്ചു. ഒന്നറിയണമല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡിറ്റക്റ്റീവ്സ് ആണ്.
ഇവിടെ എന്താ? അകത്താരൊക്കെയുണ്ടെന്നറിയാൻ. അകത്ത് കുറച്ച് പിള്ളേര് മാത്രമേ ഉള്ളൂ. இல்ல, அந்த பசங்க கூட இன்னொரு ஆளும் இருக்கு. அதாரு? ஒரு அம்மா. அம்மா வசுந்தரையா? പേര് தெரியாது. അപ്പൊ അത് നേരാണല്ലേ? പങ്കജാക്ഷം പിള്ള വസുന്ധര ഉപേക്ഷിച്ചു അല്ലേ? അതും தெரியாது. അപ്പൊ പിള്ളേരെല്ലാരും കൂടി വസുന്ധര എന്റെ തല കെട്ടിവെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചോട്ട് തിരിക്കാണല്ലേ? ഇരിക്കലാം. അപ്പൊ ഇത് ശരിക്കും വസുന്ധരാഭരണം തന്നെയാണല്ലേ? ഉനക്ക് വേണമെന്ന് എങ്ങളെ കൊടുത്തിട്ട് നാങ്ക എടുത്തുக்கிறோம்ல. ഉറപ്പാണോ? കൊണ്ടുപോയിക്കളാമോ? കണ്ടിപ്പാ. അപ്പൊ എന്നാ വാ, തിങ്ക് പண்றே. വിജയരാഘവ, ഇനി ഏതായാലും ഇവിടെ നിന്നാ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. നീ വിഷമിക്കാതെ, നമുക്ക് പോവാൻ ഫസ്റ്റ് ക്ലാസ് ഒരു ഇടമുണ്ട്. എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട്, കുന്നംകുളത്താ. യാതൊരു നിർവാഹമില്ലാതെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഈ പറയുന്ന ആളല്ല ഞങ്ങൾ കണ്ടത്, അതൊരു കൊച്ചു പെണ്ണാ. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലേശം തടിച്ചൊരു 40 കാരി കണ്ട പിടിച്ചോണ്ട് പോയിക്കളാമോ? ചാക്കില കട്ടി ഞാൻ പഴനിക്ക് എടുത്തിട്ട് പോറേൻ. അഡ്വാൻസ് പിടിക്കോ. ഗോപിയേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുഷമയുടെ വീട്ട് അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു, അതും കൊടുത്തു. ഇനി എല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളൂ. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേ ഇവിടെ? ഭാനുമതി ചേച്ചിയാ, ഭാനുമതി ചേച്ചി, ശാരംഗന്റെ ഭാര്യ. സച്ചും സുഷമ ഇവിടെ വന്നു, ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തോളാം. അഥവാ ഇങ്ങോട്ട് ഞാനും കയറി വന്നാൽ ഒരു സിഗ്നൽ തരാം, ഈ കട്ടിനടിക്കൽ വിളിച്ചോളാം. വാ വാ വാ. എന്താ ചേച്ചി? അങ്ങേര് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കെട്ടിയവൻ വന്നിട്ട് പോയല്ലോ ചേച്ചി. പിന്നെ വന്നിട്ട് പോയി. എവിടെ വിളിച്ചു നിൽക്കുക? ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അയ്യോ സത്യമായിട്ട് ചേച്ചി, കുറച്ച് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുന്ന ആളെ മാർക്കറ്റിൽ വെച്ച് നടിയുണ്ടെന്നറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. കണ്ടത് മതി, ഇങ്ങോട്ട് പോര്. ഇവിടെ നടിയൊന്നുമില്ല ചേച്ചി, ആളുകള് ചുമ്മാ ഏഷ്യന് പറയുന്ന. ഓ പിന്നെ ഏഷണി. ദേ ഞാൻ കയ്യോടെ പിടിക്കും മുമ്പ് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നോ? മോളിലാരുമില്ല, ഒറ്റ കുഞ്ഞില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രഷറാണെന്നും കരുതി ഞാൻ മേലോട്ട് കേറത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. ചേച്ചി പ്രഷറുണ്ടെ കോണി കയറരുത്, ദോഷമാ, മോശമാ. ഒന്ന് മാറടാ വിശ്വാമ്പിള്ളയുടെ അനിയ. അതിയാനെ അവളെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നാ കേറിക്കോ. ഭാനുമതി ചേച്ചി കോണി കയറുന്നു, കോണി കേറിക്കൊണ്ടിരിക്കുന്നു. ഭാനുമതി ചേച്ചി പാതി കോണി കയറിക്കഴിഞ്ഞു, കോണി കയറിക്കഴിഞ്ഞിരിക്കുന്നു. കാല് പുറത്ത് കാണാം, കാല് പുറത്ത് കാണാം. അകത്തോട്ട് കയറ്റണം, അകത്തോട്ട് കയറ്റണം. മറ്റേയാളുടെ കാലും കാണാം, മറ്റേയാളുടെ കാലും കാണാം. അതകത്തേക്ക് വലിക്കണം, പ്ലീസ്, അകത്തേക്ക് വലിക്കണം. ആരാ പിള്ളാരെ നിങ്ങള്? അയ്യോ, അത് നമ്മള് ഭാനുമതി ചേച്ചിയോട് പറയാൻ വിട്ടുപോയല്ലേ. ഇറങ്ങി വാ, ഇറങ്ങി വാ. ഇത് നമ്മുടെ സച്ചിനും സുഷമയാണ് ചേച്ചി. ചേച്ചി കണ്ടിട്ടില്ല അല്ലേ? ഇത് സച്ചിൻ, ഇത് സുഷമ. സുഷമയുടെ ആങ്ങളെയാണോ സച്ചിൻ? അല്ല. എന്നാ കാമുകനാണോ? അതുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് സച്ചിൻ, ഇത് സുഷമ. മോളോളം പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ചിങ്ങോട്ട് വന്നത്? എന്നിട്ട് കണ്ടോ കൊച്ചേ? ഇല്ല. ചേച്ചി പുള്ളി ഇവിടെ വന്ന് നടി എന്തേന്ന് ചോദിച്ചു. ഇവര് പറഞ്ഞു നടി വന്നിട്ടില്ലാന്ന്. അപ്പൊ തന്നെ പുള്ളി അങ്ങ് പോയി. പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞു വിടായിരുന്നു, ഞാനങ്ങ് പോയനെയായിരുന്നല്ലോ. ഇതാണോ ഹീറോ? ഹീറോയും ഹീറോയിനും നല്ല ചേർച്ചയുണ്ട്. ആ നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ നാടകം നടക്കട്ടെ, ഞാനങ്ങ് പോയേക്കാം. അയ്യോ നാടകമൊന്നുമില്ല ചേച്ചി, ഞങ്ങൾക്ക് കുന്നുകുളത്തേക്ക് പോവുക. വാ വാ വാ. നിങ്ങൾ ബാക്ക് ചെയ്ത് പുറപ്പെട്ടോ, ഞങ്ങൾ പുറകെ വന്നോളാം. വാ. എടി വസുന്ധരേ, നീയുമായി ഇടക്കാലത്ത് എനിക്കൊരു ബന്ധമുണ്ടായി. ശരിയാ? എന്നും വെച്ച് നീ എന്റെ കൂടെ അങ്ങ് കയറി പൊറുക്കാമെന്ന് കരുതിയോ? തലയാട്ടുന്നോടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മതിയടി നിന്റെ പൊതി. പിടിച്ച് മാറ്റികളെ പിടിക്കടാ.
അയ്യോ, സാരം ചേട്ടാ, അത് ഭാനുമതി ചേച്ചിയാ. എന്റെ ഭാനുമതി അവരല്ലേ പോയത്. അവളും നോട്ടപ്പുള്ളികളാ, പിടികിട്ടാപ്പുള്ളികള്, ഒളിച്ചോട്ടക്കാര്. അവരെങ്ങോട്ടാ പോയത്? കുന്നംകുളത്തേക്ക്. മൂന്ന് ദിവസമായി അന്വേഷിക്കുകയാണ് എല്ലാവരും. വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാം. അടിയിടിക്കാരും ഗുണ്ടകളും എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് കുന്നംകുളത്തേക്ക്. എന്താ ആരായി വസുന്ധര? വസുന്ധര ആരാണെന്ന്? ഏതോ ഒരു പശു. പിന്നെ ഏതോ ഒരു പശു. തൃശ്ശൂരിൽ അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ ഒരു വീട് കുന്നംകുളത്ത് ഒഴിഞ്ഞെടുപ്പുണ്ട്. അവിടെയുണ്ട് അവളവനും. 2 രാത്രികളും 2 പകലുകളും അരുൺ അവരെ നിഴൽ പോലെ പിന്തുടരണം. അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് ഉറപ്പ് വന്നാൽ, ശരിക്കും ഉറപ്പ് വന്നാൽ മാത്രം എന്നെ വിവരറിയിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഷമയെ വലിച്ചഴിച്ച് എന്നെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവനെവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടണം. ഓക്കെയുള്ളൂ. സച്ചു എവിടെ? അവനൊരു സ്വപ്നം ചെയ്യുകയല്ലേ, അവിടെ എവിടെയെങ്കിലും കാണും. എന്താ കയ്യിൽ എഴുതിയേ? ഒന്നുമില്ല. പിന്നെ മറച്ചു പിടിക്കുന്നേ? എനിക്ക് കാണണം. ഒന്നുമില്ലെന്നേ. ഇല്ല, എന്തോ എഴുതി. എഴുതിയില്ല. എന്നെ കുറിച്ച് എന്തോ എഴുതി. തുറക്ക് സച്ചു, തുറക്ക്. എനിക്ക് കാണണം. കാണണം. തുറക്ക്. എന്തിന്? എനിക്ക് കാണണം. തുറക്ക്. ശരി, എല്ലാം തുറക്കാൻ സമയമായെന്ന് തോന്നുന്നു. തുറക്കട്ടെ. എന്താ ഇതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ കാരണം? പറ സച്ചു. പറയട്ടെ. പറ. ഒരിക്കൽ വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാൻ ഗോവിയൊക്കെ ആളെ വിട്ടു. ഉടനെ അങ്ങോട്ട് ചെല്ലാൻ വാ. സുഷമയുടെ അച്ഛൻ എത്തിയിട്ടില്ല. എത്തുമെന്ന് തോന്നുന്നില്ല. നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെ അന്വേഷിച്ചു. പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടിയെന്ന്. നിങ്ങൾ തമ്മി പ്രേമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഒന്നുമില്ല. അങ്ങനൊന്നുമില്ല. പക്ഷെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ കടുകടുത്ത പ്രണയത്തിലാണ്. മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത തീവ്രമായ അനുരാഗത്തിലാണ് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നു, സ്ഥാപിക്കുന്നു. സുഷമ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കള്ളനാടകം ഇത്തിരി കാലം കൂടെ കളിച്ചേ പറ്റും. സുഷമയ്ക്ക് ബലമായ ഒരു സംശയമുണ്ട്. തന്റെ വിവാഹത്തോടുകൂടി മാതാപിതാക്കൾ വേർപിരിയുമോ എന്ന്. ആ സംശയം തീരെ അസ്ഥാനത്തല്ല, അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇപ്പോ കാമുകനുമായിട്ട് ഒളിച്ചോടിപ്പോയ മകളെ മറന്നിട്ട് സുന്ദരമായിട്ട് അവർക്കങ്ങ് പിരിയാം. പക്ഷെ അവരത് ചെയ്യില്ല. കാരണം
രണ്ടുപേർക്കും സുഷമയെ ഭയങ്കര ഇഷ്ടം. സുഷമയ്ക്ക് അവരെ ഇഷ്ടമാണ്, അത് അവർക്ക് അറിയുകയും ചെയ്യാം. ഈ ഇഷ്ടം മുതലെടുത്തിട്ട് വേണം നമുക്ക് കളിക്കാൻ. കമ, സ്നേഹിച്ചു പോയ പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുകയും ജീവിക്കാൻ ഒരു ഉപാധി ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് പറഞ്ഞ് സുഷമ ഒരു വക്കീൽ നോട്ടീസ് അയക്കും. ഒന്ന് അമ്മയ്ക്ക്, പിന്നൊന്ന് അച്ഛന്. അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അവർ പ്രതികരിക്കും. പ്രതികരിക്കുമ്പോ കോടതിയിലോ കോടതിക്ക് വെളിയിലോ കുടുംബ കോടതിയിലോ വെച്ച് ഈ നാടകം മനോഹരമായിട്ട് അവസാനിക്കും. എന്താ, ഞാൻ പ്രൊസീഡ് ചെയ്യട്ടെ? ഗുഡ്. പക്ഷേ അതിനു മുമ്പ് മുദ്രപത്രത്തിൽ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ സച്ചുവും ഈ സ്റ്റേറ്റ്മെന്റിൽ സുഷമയും ഒപ്പിടണം. സ്വന്തം മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന സുഷമ പറഞ്ഞ പ്രകാരം വെറുതെ നിന്നുകൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് താനെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും വേർപിരിയില്ല എന്ന് വാക്ക് തന്നാൽ കിഷോറുമായിട്ടുള്ള വിവാഹബന്ധത്തിന് 100% സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ ഈ സ്റ്റേറ്റ്മെന്റ്. അല്ല, വക്കീൽ നോട്ടീസും കേസും കോടതിയൊക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സുഷമയുടെ മാതാപിതാക്കളുടെ വിവാഹബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്റെ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ്. Will you sign it? I will sign, sir. എന്റെ പാരന്റ്സ് പിരിയരുത്. കിഷോറുമായിട്ടല്ല, സച്ചിനുമായിട്ടുള്ള എന്റെ വിവാഹമാണ് നടക്കേണ്ടത്. സാറിന് എന്നെ സഹായിക്കാൻ പറ്റുമോ? സുഷമയെ ഞാൻ സഹായിക്കാം. പക്ഷെ അതിനു മുമ്പ് എന്റെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒപ്പിട്ടുന്ന സച്ചുവിന്റെ യഥാർത്ഥ ഉള്ള എനിക്കൊന്ന് അറിയണം. സച്ചുവുമായി എനിക്കൊന്ന് സംസാരിക്കണം തനിച്ച്. എന്താ സുഷ്മ ഇത്? എന്താ ഇതുവരെ പറയായിരുന്നത്? എനിക്കറിയില്ല. സച്ചുവിന്റെ മനസ്സിലും സുഷമയുടെ എന്തോ ഉണ്ട്. സുഷമയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ, 1000 ഇരട്ടി കൂടുതൽ. പിന്നെ എന്തിനാ ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടുന്നത്? സാറ് പറഞ്ഞിട്ട് സുഷമയ്ക്ക് വേണ്ടി. അതേ സുഷമയ്ക്ക് വേണ്ടി ഉള്ളിലുള്ള ഇഷ്ടം, പ്രേമം അപ്പാടെ കുഴിച്ചുവിടാൻ പറ്റുമോ സച്ചുവിന്? ഇല്ല, സുഷമ എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും പറ്റില്ല. ശരി, കഴിഞ്ഞ 1.5 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ സച്ചുവിനോട് പറയാം. അത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് അപ്പാടെ വലിച്ചേറിക്കളയാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. ഓക്കെ? ഓക്കെ. ശരി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് വിജയരാഘവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ, വിളിച്ചോടിപ്പോയ കമിതാക്കളല്ല നല്ല സുഹൃത്തുക്കളാണെന്ന് കൂടി പറഞ്ഞപ്പോ, നിങ്ങളുടെ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ സുഷമയുടെ അമ്മയെ വിളിച്ചു. ഹലോ. ഞാൻ ഗോപിനാഥാണ്, സുഷമയുടെയും സച്ചിന്റെയും അഡ്വക്കേറ്റ്. എന്റെ ക്ലയൻസ് എന്നെ കാണുന്നതിന് മുമ്പ് സുഷമയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നറിയാനാണ് വിളിച്ചത്. എവിടുന്നാ വിളിക്കുന്നത്?
തൃശ്ശൂരിന്ന്. ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. ആയിക്കോട്ടെ. പാഞ്ഞെത്തിയ അമ്മ. ഞാൻ അവരോട് ചോദിച്ചു, പണ്ടൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ ആ അമ്മ. ആ അമ്മ മകളിപ്പോ ഒരാളുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ആ ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? എന്റെ ഭർത്താവിന് വേണ്ടി. സുഷമയുടെ അച്ഛന് വേണ്ടിയോ? ഞാൻ ഈ പറയുന്നതെല്ലാം എന്റെ മോളോട് പറയില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക്. പറയുന്നതെല്ലാം ന്യായമാണെങ്കിൽ, സുഷമയോട് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയില്ല. 3 വർഷം മുൻപ് വരെ ഞങ്ങൾ എല്ലാവരും കുവൈറ്റിലായിരുന്നു. ഞാനും ബാബു എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ ഭർത്താവും സുഷമേ. ഒരിക്കൽ ബാബു കുളിമുറിയിലൊന്ന് ബോധം കെട്ട് വീണു. ഡോക്ടറായി എന്നെ അറിയിക്കാതെ കുവൈറ്റിൽ നടത്തിയ ചികിത്സയിൽ സംശയമായി. എല്ലിന്റെ മജ്ജയിലെ കോശങ്ങൾ പെരുകുകയാണെന്ന്. ബാബുവിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് പല നാൾ നിർബന്ധിച്ചപ്പോഴാണ് അക്കാര്യം ബാബു എന്നോട് പറഞ്ഞത്. സുഷമ ജീവനായിരുന്നു ബാബുവിന്. അതുകൊണ്ട് തന്നെ അവൾ അറിയരുതെന്ന് നിർബന്ധവുമായിരുന്നു. അവളുടെ കൗമാരത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന വിധിയോർത്ത് ബാബു പലപ്പോഴും കരഞ്ഞു. ഒരു ഡോക്ടറായി ഞാൻ ബാബുവിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു. അച്ഛൻ ബിസിനസ് കാര്യങ്ങളുമായി ഓസ്ട്രേലിയയിലേക്ക് പോവാണെന്ന് കള്ളം പറഞ്ഞ് അവളെ ഞാൻ നാട്ടിലേക്ക് അയച്ചു. കൂടപ്പിറപ്പുകൾ ആരും ഇല്ലാതെ, പാരന്റ്സ് ഇല്ലാതെ, വേണ്ടപ്പെട്ടവരാരും തന്നെ ഇല്ലാതെ 2.5 കൊല്ലം എന്റെ മകൾ നാട്ടിൽ കഴിഞ്ഞു. ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ചുറ്റി നടക്കുകയായിരുന്നു ബാബുവിനെ കൊണ്ട് ഈ ലോകം മുഴുവനും. ഇതിലുണ്ട് ബാബുവിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്. ഇടയ്ക്കിടെ ബാബുവിന്റെ രോഗം ഭേദമാകുമ്പോ ഞാൻ ഓടി വരും എന്റെ മോളെ കാണാൻ. അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അവള് ചോദിക്കുമ്പോ മനസ്സിൽ എന്റെ ദുഃഖം മറച്ചു പിടിക്കാൻ ഞാൻ വഴക്കിടുമായിരുന്നു അവളോട്. 1.5 വർഷമായി ബാബു ഇപ്പോ ഓസ്ട്രേലിയയിലാണ്. അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് രോഗം ഒന്ന് തെളിയുമ്പോ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്നുമുണ്ട്. പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുവൈറ്റിൽ തന്നെ ജോലി ചെയ്തു, പകലില്ലാതെ. എല്ലായ്പ്പോഴും ഞാൻ ബാബുവിനെ ഓർത്തു. എന്റെ മകളെ മറന്നു. ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ബാബുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തു. എല്ലാ ഓർഗൻസിനെയും ബാധിച്ച് രോഗം വഷളായി കഴിഞ്ഞു. ഫൈനൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. 1 മാസത്തേക്കാണ് ആ ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞാൽ 5 മാസത്തേക്ക് ബാബു നോർമലാകും. പക്ഷേ അതുവരെ കാണും ജീവിതം. അക്കാര്യം ബാബുവിനെ അറിയിക്കട്ടെ എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പറഞ്ഞോളാന്ന്. ഓസ്ട്രേലിയയിൽ പോയ ഞാൻ ബാബുവിന്റെ കിടക്കരയിലിരുന്ന് ബാബുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ബാബു, എനിക്ക് ബാബുവിനെ ഇനി കുറച്ച് മാസങ്ങൾ കൂടി കാണാൻ കഴിയുള്ളൂ എന്ന്. പിന്നെ ഞാനല്ല, ബാബുവാണ് എന്നെ ആശ്വസിപ്പിച്ചത്. കരച്ചിൽ കൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. മരണത്തെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കാൻ തീരുമാനിച്ച ബാബു നോർമലായി ജീവിക്കാൻ കഴിയുന്ന ആ 5 മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ആഗ്രഹം ഭാര്യ അറിയിച്ചു. അതുവരെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചുള്ള ഒന്നും സുഷമ അറിയരുതെന്നും ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു. അറിഞ്ഞാൽ സുഷമ വിവാഹത്തിന് മടിക്കും. അത്രയ്ക്കിഷ്ടമായിരുന്നു മോക്ക് അച്ഛനോട്. സ്നേഹം പങ്കുവയ്ക്കാനും ദുഃഖം പങ്കുവയ്ക്കാനും സുഷമയ്ക്ക് ഒരു ഇണയെ കിട്ടിക്കഴിയുമ്പോൾ അച്ഛന്റെ വേർപാടിന്റെ ആഘാതം കുറെയൊക്കെ താങ്ങാൻ അവൾക്ക് കഴിയും. അതായിരുന്നു ബാബുവിന്റെ കണക്കൂട്ടൽ. മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു ബാബുവിന്. സുഷമയുടെ കല്യാണത്തോടെ സുഷമയുടെ അമ്മയുടെ വീട്ടുകാരുമായുള്ള എല്ലാ പിണക്കവും തീർത്ത് അടുപ്പത്തിലാകണം. കുറെ കാലം ഡോക്ടർമാരുമായിട്ട് ഇടപഴകിയ ബാബു മകളൊരു ഡോക്ടറെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു.
അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനായ കിഷോറിനെ കണ്ടെത്തിയതും സജസ്റ്റ് ചെയ്തതും ബാബുവാണ്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് കിഷോറിന്റെ പാരന്റ്സിന്റെ പെർമിഷൻ വാങ്ങിയതും കല്യാണ തീയതി നിശ്ചയിക്കാൻ ധൃതി കാട്ടി നാട്ടിലെത്തിയതും. പക്ഷേ മകൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ആ അമ്മ ആകെ തകർന്നുപോയി. സങ്കടവും ദേഷ്യവും കൊണ്ട് ഏതമ്മയും ചെയ്യുന്നതേ സുഷമയുടെ അമ്മയും ചെയ്തുള്ളൂ. പക്ഷേ അത് നിങ്ങളുടെ ഒളിച്ചോട്ടത്തിൽ കലാശിക്കുമെന്ന് അവർ വിചാരിച്ചില്ല. ആകെ മാനസികമായി തളർന്നിരിക്കുകയായിരുന്നു അന്നവര്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബാബുവിന്റെ തൊട്ടരികിലിരുന്ന് ബാബുവിനെ ചികിത്സിക്കുന്നത് കിഷോറാണ്. ബാബുവിന്റെ മനസ്സ് മുഴുവനും നിറഞ്ഞു നിൽക്കുക കിഷോറും സുഷമയും. ആ ബാബുവിനോട് ഞാൻ എങ്ങനെ പറയും മകൾ മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന്? അങ്ങനെ പറഞ്ഞാൽ അതുടനെ നടത്തി കൊടുക്കാൻ ബാബു എന്നോട് പറയും. അതും എനിക്കറിയാം. പക്ഷെ ഞാൻ എങ്ങനെ എന്റെ ബാബുവിന്റെ അവസാന ആഗ്രഹത്തിന് ഒരു മാറ്റം വരുത്തുന്നത്? ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് സുഷമയോട് പറയാം അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയുമ്പോ കണ്ണീരോടെ ആ സച്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് എന്റെ മോൾ ഇങ്ങ് തിരിച്ചു വരുമെന്നും എനിക്കറിയാം. പക്ഷെ ബാബു എന്നോട് പറഞ്ഞില്ലേ പറയരുതെന്ന്. ഇനി 3 ആഴ്ച കൂടിയുള്ളൂ ചികിത്സ. അത് കഴിഞ്ഞ ബാബു വരും. വരുമ്പോ ഞാൻ എല്ലാം ഏർപ്പാടാക്കി വെക്കണ്ടേ? ഞാൻ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല. ഒന്നും. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചൂടെ എന്നെ? ആ അമ്മയെ ഞാൻ ആശ്വസിപ്പിച്ചു. നിങ്ങൾ കമിതാക്കളല്ല, വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ടും അവരുടെ സങ്കടം തീർന്നില്ല. കൂട്ടുകാരനുമായി ദിവസങ്ങൾ ചുറ്റി നടന്ന പെണ്ണിനെ കിഷോറിന്റെ ആളുകൾ സ്വീകരിക്കില്ല എന്ന ആധിയും വ്യഥയുമായിരുന്നു അവർക്ക്. സച്ചുവിനെ ഈ മുദ്രപത്രത്തിലൂടെ ഒഴിവാക്കി എല്ലാം ഭംഗിയാക്കി സുഷമയുടെ അമ്മയെ സഹായിക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോ സുഷമ എന്നെ തോൽപ്പിച്ചുള്ളത്. സച്ചു പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? സച്ചു ഒപ്പിട്ടെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് കീറിക്കളഞ്ഞകട്ടെ? വേണ്ട സർ, വേണ്ട. അത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതൊക്കെ കുറച്ചു മെന്നെ മാത്രം വിളിച്ച് സാറിന് പറയായിരുന്നു. ഇപ്പൊ സുഷമ ഉറക്കെ പറഞ്ഞു പോയില്ല അവളുടെ ഇഷ്ടം. ആ പാവത്തിന് ഞാനെന്ത് ഉത്തരവ് കൊടുക്കുക? സച്ചു പോലും അറിയാതെ എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ കരുതി. ഇപ്പോ സച്ചു എല്ലാം അറിഞ്ഞത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. സച്ചുവിന് വേണമെങ്കിൽ ഇത്രയും നാൾ പറയാതിരുന്ന പ്രേമം ഇനിയും പറയാതിരിക്കാം. സുഷമയെ ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവിടാം. അതല്ല, സച്ചുവിന് സുഷമയെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി, സുഷമ സച്ചുവിൻ്റെതാവും. ഇതിലേത് വഴിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടം ഞാൻ സച്ചുവിന് വിടുന്നു. ഏത് വഴി സ്വീകരിച്ചാലും സാറിന്റെ സഹായം എനിക്കുണ്ടാവോ? അനുയോജ്യമായ വഴിയെ സച്ചു തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോ എന്റെ സഹായം സച്ചുവിനുണ്ടാവും. യു ആർ എ സ്മാർട്ട് ബോയ്. ഒരു വശത്ത് കണ്ട നിമിഷം മുതൽ എന്റെ ഉള്ളം കൊതിച്ചുപോയി എന്റെ സുഷമ. അവളുടെ ഇഷ്ടം ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് എന്റെ മറുപടിക്കായി കൊതിയോടെ കാത്തു നിൽക്കുന്നു. മറുവശത്ത് മരണം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വിവരം സ്വപ്നത്തിൽ പോലും മകളറിഞ്ഞ് ദുഃഖിക്കാൻ ഇടവരരുത് എന്ന് ആശിക്കുന്ന ഒരു അച്ഛനും. സുഷമ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയ അമ്മ എന്ന മഹാസ്നേഹ പ്രവാഹവും ആരുടെ കൂടെ നിൽക്കണം ഞാൻ? സുഷമയുടെ കൂടെയോ ആ അച്ഛനമ്മമാരുടെ കൂടെയോ? തീരുമാനിക്കാൻ വെറും മിനിറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. സച്ചു ആരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു? എന്റെ കഴുത്തിന് നേരെ വർണ്ണമാല്യം ഉയർത്തി നിൽക്കുന്ന എന്റെ സുഷമയോടൊപ്പം നിൽക്കാൻ. എന്താ സച്ചു പറയുന്നേ? കുറച്ചു നാളത്തേക്ക് മാത്രം, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം എന്റെ സ്നേഹം സുഷ്മയ്ക്ക് വാരിക്കോരി കൊടുത്തിട്ട് ഒട്ടും നോവിക്കാതെ മെല്ലെ അവളെ പറഞ്ഞയക്കുക. അതായിരുന്നു എന്റെ പ്ലാൻ. നന്നായി, വളരെ നന്നായി. നടക്കൂല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ കാര്യം ഞാൻ ഗോപി വക്കീലിനോട് പോലും പറഞ്ഞില്ല. എന്താകും, എങ്ങനെയാകും എന്നൊന്നും എനിക്ക് ഉറപ്പുവരാൻ പറ്റില്ല. ഒരു വഴി അങ്ങ് പോവാ ഞാൻ. പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു ഫോർ എവറിഥിങ്. എടുത്ത് പൊക്കടാ സച്ചുനെ. സച്ചുക്കി 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 സച്ചുക്കി. ഇറങ്ങിയോ ഇന്ന സച്ചു വെച്ചോ. ആരാന്റെ മുല്ല? കൊച്ചുമുല്ല. ആ കൊച്ചുമുല്ലക്ക് ഇത്തിരി ചന്തമുണ്ടേ, കൊച്ചുമുല്ലക്ക് ഇത്തിരി ചന്തമുണ്ടേ. എന്താ ഇത്? ഞാൻ ഒപ്പിട്ട് കൊടുത്തത് അത് പറിച്ചു കയറി തിരികെ വാങ്ങിച്ചു. ഗോപി വക്കീൽ എന്തു പറയുകയായിരുന്നു ഇതുവരെ? ആ എന്തൊക്കെയോ പറഞ്ഞു. സുഷ്മയെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു എന്നെ. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അത്രേ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം സുഷ്മയുടെ ഇഷ്ടം, ഒക്കെ സുഷ്മ നോക്കിക്കോളൂന്ന്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, ഞാനൊന്നും ഓർക്കുന്നില്ല. ഞാനാകെ അത്ഭുതത്തില. ഇത്രയും നാളില്ലായിരുന്ന ഇഷ്ടം സുഷ്മയ്ക്ക് പെട്ടെന്ന് എങ്ങനെ തോന്നിയെന്ന. സച്ചു എന്തറിഞ്ഞിട്ടായി പറയണേ? കണ്ട നിമിഷം മുതലേ എന്റെ ഉള്ളം കൊതിച്ചു പോയിരുന്നു സച്ചുനെ. അല്ലേല് കാറ്റ് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ബലൂണുകളെ സച്ചു വരുന്ന വഴിയിൽ കൊണ്ടിട്ട് തരുമായിരുന്നോ? സച്ചുനോട് എന്തെങ്കിലും പറയാൻ പേടിയായിരുന്നു എനിക്ക്, ഒരു മടിയായിരുന്നു. സച്ചു എപ്പോഴെങ്കിലും എന്നോട് എന്തെങ്കിലും പറയുമെന്ന് കാത്തിരിക്കായിരുന്നു ഞാൻ. ഇന്ന് ഗോപി വക്കീലിന്റെ മുൻപിൽ വെച്ച് സച്ചു ഒപ്പിട്ട് കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്റെ ഇഷ്ടം. സച്ചു എപ്പോഴെങ്കിലും അറിയണമെന്ന് ആഗ്രഹിച്ച് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്ന എന്റെ ഇഷ്ടം. എന്താ സച്ചു, എന്താ ഇങ്ങനെ? ഒന്നുമില്ല, സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ട് എന്റെ സന്തോഷത്തിന് എത്രയേറെ കണ്ണീരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. വാ, അവരെല്ലാം കാത്തിരിക്കല്ലേ, പോവാ. ഇന്നലെ മുറിയിൽ സുഷ്മ ഒറ്റയ്ക്കല്ലേ കിടന്നത്? ഇന്ന് സുഷ്മയോടെ കിടക്കുമ്പോ കാവലായിട്ട് ഞാൻ സുഷ്മയുടെ മുറിയുടെ പുറത്ത് നിലത്തങ്ങനെ കിടക്കും, വെറുതെ. തീർച്ച തീർച്ച. നീ ഭാഗ്യവാനാടാ. ഹലോ, ഞാൻ അരുണ. അവര് തമ്മിൽ ഇപ്പൊ ഭയങ്കര അടുപ്പാ, രാത്രിയും പകലും ഒക്കെ. നാളെ രാത്രി തന്നെ അവരോടെല്ലാം തീർത്തേക്കാൻ പറഞ്ഞിട്ട് അരുൺ ഇങ്ങോട്ട് പോന്നുള്ളൂ. നാളെ രാത്രിയില് പറഞ്ഞതുപോലെ ചെയ്തേക്കാൻ പറഞ്ഞു. വാ വാ. പണ്ട് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മെഴുകുതിരി നാളത്തിനപ്പുറം അപ്പുറം ഇരുന്നപ്പോൾ സുഷമ പറയേണ്ടതായിരുന്നു ഇഷ്ടം. എത്ര നാളാ നമുക്ക് നഷ്ടമായത്. സച്ചുനപ്പ എന്നോട് അങ്ങനെ ഒന്നുമില്ലായിരുന്നോ? എന്തോ ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ആർക്കോ വേണ്ടി കുരുത്തു വെച്ചൊരു മാല്യമാണല്ലോ എന്നോർത്ത് ആ ചിന്തകളിൽ നിന്നും സ്വയം ഒളിച്ചോടിയതാവാം ഞാൻ. സത്യമാണോ സച്ചു? സച്ചുനപ്പ ഒന്നുമില്ലായിരുന്നു എന്നോട്? ഇല്ലായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഒരുപാട് എന്തൊക്കെയുണ്ട്, സുഷ്മ വിചാരിക്കുന്നതിനേക്കാളേറെ, വളരെയേറെ. സച്ചുവിന്റെ പെരുമാറ്റത്തിൽ നിന്നും സച്ചുൻ എന്നോട് എന്തോ ഉണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ലാതിരുന്ന ഒരാളെ ഞാൻ വലിഞ്ഞു കയറി ഇങ്ങോട്ട് എടുത്തോന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. അതുകൊണ്ട് ഇപ്പോഴെന്താ തിരികെ പറഞ്ഞുകൊണ്ടോന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പോയേക്കാം. ഞാൻ വിട്ടിട്ട് വേണ്ടേ പോവാൻ? സുഷമ കിടന്ന് ഉറങ്ങിക്കോളൂ, ഞാൻ പുറത്തു കാണും. കുറച്ചു നേരം കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയാ പോരെ സച്ചു? ആ മതി. രാവിലെ ആ പച്ചക്കുതിരയെ കാണിച്ചിട്ട്
സച്ചു എന്താ പറയാൻ പോയേ? ഞാനെന്ത് പറഞ്ഞു? വൃശ്ചിക മഞ്ഞുള്ള വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് തറവാട്ടിലെ കോലായിലിരിക്കുമ്പോ ഒരു പച്ചക്കുതിര എന്റെ ദേഹത്ത് വന്നിരുന്നു. അപ്പോ അതുവഴി വന്ന് അച്ഛമ്മ പറഞ്ഞു, പച്ചക്കുതിരകൾ രാത്രിയിലേ വരുമെന്ന്. ഇനിയൊരു പകൽ കൂടെ അത് നിന്റെ ദേഹത്ത് വന്നിരുന്നാൽ നിന്റെ കല്യാണമായെന്ന് ഉറപ്പിച്ചോന്നും അച്ഛമ്മ പറഞ്ഞു. ഇന്നതിന്റെ ദേഹത്ത് വന്നിരുന്നു. ഇനി ഉടനെ കാണും കല്യാണം. സച്ചു എന്നോട് എന്തെങ്കിലും നുണ പറയുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? സച്ചുവിന് എന്തോ ഒരു മാറ്റം, വല്ലാത്തൊരു മാറ്റം. ഒന്നുമില്ല, സുഷ്മയ്ക്ക് തോന്നുന്നതാ. ആ ഒപ്പിടലും സുഷ്മയുടെ പ്രഖ്യാപനവും ഗോപി വക്കീൽ എന്നോടുള്ള വാദമൊക്കെ ആയപ്പോ എനിക്ക് എന്തോ പോലായി. ആ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും ശരിയായിട്ടില്ല. അതുകൊണ്ടാ. സുഷ്മ ഉറങ്ങിക്കോളൂ, നമുക്ക് നാളെ സംസാരിക്കാം. ഹലോ, ഞാൻ സച്ചുവാ, സച്ചിൻ മാധവൻ. സുഷമ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ സമർപ്പിക്കപ്പെട്ടിരിക്കും, സുരക്ഷിതയായി, പരിശുദ്ധയായി. എന്റെ ഉള്ളിൽ നിന്നും പറയുകയാണ് അമ്മയത്. ഞാൻ തിരിച്ചേൽപ്പിച്ചിരിക്കും. അമ്മ വിഷമിക്കരുത് ഒട്ടും. സുഷമ കിഷോറിന്റെ വധുവാകും. അത് കാണാൻ സുഷമയുടെ അച്ഛനും ഉണ്ടാകും. സുഷമ പോലും അറിയാതെ തന്ത്രപൂർവ്വം യാത്ര പറയാനുള്ളൊരു സമയം, അത് മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. വെക്കുക ഞാൻ. മതി സച്ചു, ഇനി ഇതിന്റെ തള്ളയുടെ അടുത്ത് വിട്ടേക്കാം. ഈ കുട്ടിയെ അതിന്റെ തള്ളയുടെ അരികിൽ എത്തിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു സുഷ്മയ്ക്ക്. ആ സുഷ്മയെ ഞാനെന്നാ അമ്മയുടെ കൈ തിരികെ ഏൽപ്പിക്കുക. ഗോപി വക്കീല് പറഞ്ഞില്ലേ സുഷ്മയുടെ അച്ഛനും അമ്മയും പിരിയാതിരുന്നത് സുഷ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. അപ്പൊ എനിക്ക് എന്ത് തോന്നിയെന്നറിയോ? എന്ത് തോന്നി? അച്ഛൻ അമ്മ എന്ന സ്നേഹബന്ധങ്ങളുടെ മഹാസിന്ധു ലാളിച്ചു വളർത്തുന്ന ഒരു ദേവമത്സ്യമാണ് സുഷമയെന്ന്. ഓ, എന്നിട്ടാണോ ഇത്രയും കാലം അവരെന്നെ അന്വേഷിക്കാതിരുന്നത്? മോളെ തിരികെ വായുന്നൊരു വരി പത്രത്തിൽ കൊടുക്കുമായിരുന്നല്ലോ അവർക്ക്. അവര് വരും, നെഞ്ചും കൂടെ നിറയെ സ്നേഹവുമായി അവര് വന്ന് വിളിക്കും. വിളിക്കുമ്പോ സുഷമ പോയേ പറ്റൂ. അപ്പൊ സച്ചുവോ? ഞാൻ പിന്നെ ഈ കാറ്റത്ത് പറന്ന് നടക്കുന്നൊരു ബലൂൺ. സച്ചു, ഇന്നലെ ചോദിച്ച കാര്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. സച്ചുൻ എന്താ ഈ മാറ്റം? പറ, തുറന്നു പറ. എനിക്കൊരു സംശയം, ഞാനിപ്പോ കാണിക്കുന്ന ഈ സ്നേഹം അതൊരു കളവാണോ എന്ന്. സംശയമല്ല, സത്യം. എന്റെ ഈ സ്നേഹം അതൊരു നുണയാ. എനിക്ക് അപ്രാപ്യമായ എങ്ങോ, എന്റെ കൈയെത്തുന്ന ദൂരത്തിനപ്പുറം എങ്ങോ നിൽക്കുകയാണ് സുഷമ. എങ്ങനെ സ്നേഹിക്കാനാ? സച്ചു, എനിക്കൊരു കാര്യം അറിയണം. എന്റെ മുഖത്ത് നോക്കി സത്യമേ പറയാവൂ. സച്ചു ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല. ഇല്ല. സത്യം? സത്യം. ഇപ്പോഴും സ്നേഹിക്കുന്നില്ല? ശ്രമിക്കുകയാണ്. സുഷ്മയുടെ സ്നേഹത്തിന് പകരം തരാൻ ശ്രമിക്കുകയാണ് ഞാൻ. ആ ഔദാര്യം എനിക്ക് വേണ്ട സച്ചു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, ഞാൻ മാറി തന്നോളാം. പറ സച്ചു. സുഷമ മാറണ്ട, ഞാൻ മാറിക്കോളാം. എന്താ ഇങ്ങനെ? സച്ചുന് എന്ത് സംഭവിച്ചു? ഒരുപാട് എന്തൊക്കെയോ എനിക്ക് തന്നിട്ട് ഒറ്റയടിക്ക് അതൊക്കെ തിരിച്ചെടുത്തേ പറ്റൂ. ഈ കടലാസ് ഞാൻ കീറിയെടുക്കുമ്പോ ഗോപി വക്കീൽ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ കീറിയെടുക്കുന്നത് സുഷ്മയുടെ അച്ഛന്റെ അമ്മയുടെയും ജീവിതമാണ്. സുഷ്മ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും ഇനി സുഷ്മയ്ക്ക് തിരികെ നൽകേണ്ടത് ഞാനാണ്, ഞാൻ മാത്രം. അതുപോലെ സുഷ്മയെ അവർക്ക് തിരികെ ഏൽപ്പിക്കാൻ എനിക്കേ പറ്റൂ, എനിക്ക് മാത്രം. സച്ചു, സച്ചുന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞു മതിയാക്കിക്കോളൂ. എന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊന്നും സച്ചു അറിയേണ്ട കാര്യമില്ല.
സച്ചു ഈ പറയണതൊക്കെ നുണയാ. എനിക്കറിയാം. ഒന്നും ഞാൻ വിശ്വസിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളു തുറന്ന് പറയൂ സച്ചു. എന്റെ ഉള്ള മുഴുവൻ ഞാൻ അടച്ചുപൂട്ടി വെച്ചിരിക്കുക. തുറക്കാൻ വയ്യ, തുറക്കാൻ മനസ്സില്ല. എന്തിനാ സച്ചു നമ്മളിങ്ങനെ? എന്ത് വേണേലും എങ്ങനെ വേണേലും നമുക്ക് തീരുമാനിക്കാലോ. സച്ചുവിനെ സങ്കടപ്പെടുത്തുന്നത് എന്താ? എന്നോട് പറ. ത്യാഗത്തിന്റെ വഴിയിലൂടെ സ്നേഹത്തിന് സഞ്ചാരമുള്ളൂ. എനിക്ക് സുഷ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ സുഷ്മയെ ത്യജിച്ചേ പറ്റൂ. നമ്മൾ സുഹൃത്തുക്കളായിരുന്നു. എനിക്കിനി തിരികെ പോണം ആ പഴയ സൗഹൃദത്തിലേക്ക്. കിഷോറിന്റെ ഭാര്യ ആകുന്നവരെ. അല്ല, അത് കഴിഞ്ഞും എന്റെ സുഹൃത്തായിരിക്കാന്ന് വാക്ക് തന്നാൽ ഞാൻ സുഷ്മയോടൊരു കാര്യം പറയാം. ആരോടും സുഷ്മ പറയാൻ പാടില്ലാത്തൊരു കാര്യം. ശരി, ആയിക്കോട്ടെ. ഒക്കെ സച്ചുവിന്റെ ഇഷ്ടം. ഞാൻ വാക്ക് തരുന്നു. പറ, എന്താ ഈ ഉള്ളിൽ കൊഴിച്ചു മൂടി വെച്ചിരിക്കുന്നത്? സുഷ്മയുടെ അച്ഛന് സുഖമില്ല. He is dying. 5 മാസം. ഇനി 5 മാസം കൂടിയുള്ളൂ ജീവിതം. സച്ചു, no, no, സച്ചു, സച്ചു, please. സച്ചു, അറിയുന്നത് മുഴുവൻ പറ സച്ചു. കേക്കണം, എനിക്കൊക്കെ കേക്കണം. പറയാം, എല്ലാം ഞാൻ പറയാം. ഹലോ ഹരി, ആ ഗോപിനാഥ് വക്കീല് പറഞ്ഞത് നേരാ. ഇന്ന് വെളുപ്പിനെ അവൻ വിളിച്ചിരുന്നു. സച്ചു, എന്റെ മോളെ തിരികെ ഏൽപ്പിക്കാമെന്നവൻ വാക്ക് തന്നു. ചേച്ചി, ഞാൻ എന്താ ഹരി? ഞാൻ വരാം അങ്ങോട്ട്. ഇതെവിടെ പോയി കിടക്ക ഇവര്? ഇതുവരെ കണ്ടില്ലല്ലോ. സച്ചോ, എല്ലാം പറഞ്ഞത് നന്നായി. ഞാൻ കേട്ടതും നന്നായി. ഇനി എന്നെ എന്റെ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചേക്ക് സച്ചു. സച്ചു തന്നെ അത് ചെയ്യണം. അതാ എന്റെ ആശ. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു തിരിച്ചേൽപ്പിക്കുമെന്ന്. ഓ, ഈ സച്ചുനെ ഞാൻ മറക്കില്ല, എന്റെ മരണം വരെ. പോകാം. സഹിക്കാനുള്ള കരുത്തുണ്ടാവണം. എന്തും ഏതും. വാക്ക് മറക്കണ്ട. സുഷമ ഇതറിഞ്ഞ വിവരം ആരും അറിയരുത്. ആരും. എല്ലാം എല്ലാം ഞാൻ ഉള്ളിൽ തന്നെ വെച്ചോളാം. വണ്ടി എന്താ സുഷ്മ പോയിക്കോളൂ, ഞാൻ വന്നോളാം. സുഷ്മ വേണ്ട, സുഷ്മ പോയിക്കോളൂ, ഞാൻ വന്നോളാം.
ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് സുഷ്മി ഒരിക്കൽ അമ്മയോട് പറഞ്ഞു. അതൊരു കളവായിരുന്നു. അതേ കളവ് തന്നെ ഗോപി വക്കീലിനോടും പറഞ്ഞു. എല്ലാം ഒരു തമാശയ്ക്ക്. ഇനി ഇന്നാ ഞാൻ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. സുഷമയൊന്നും അറിഞ്ഞിട്ടുമില്ല. അമ്മ സന്തോഷമായി പോയിട്ടുവാ. എപ്പോഴും എന്നെ തോൽപ്പിക്കണ അമ്മയ്ക്കല്ലേ? തോറ്റിരിക്കുന്നു. വാ. വരട്ടെ. എന്താടാ ഇതൊക്കെ? എന്താ സച്ചു ഇത്? പോയി. അങ്ങനെ അവള് പോയി. അതി പിന്നെ സുഷമയെ കണ്ടിട്ടില്ല? ഇല്ല. കിഷോറിന് വേണ്ടി വിട്ടുകൊടുത്തതല്ലേ, പിന്നെയും കാമുകിന്നും പറഞ്ഞ് സമ്മാനമായിട്ട് പോകുന്നെന്താ? 3 ദിവസം മുമ്പ് എനിക്കൊരു എഴുത്ത് വന്നു. വായിക്കാം. പ്രിയപ്പെട്ട സച്ചുവിന് അച്ഛൻ കഴിഞ്ഞ ആഴ്ച എത്തി.
സച്ചുവിനെ കണ്ടാക്കൊള്ളാന്നുണ്ട് അച്ഛന്. പിന്നെ നവംബർ 22-ന് പകൽ 12:30 മുഹൂർത്തത്തിൽ കുമരകം ലേക്ക് റിസോർട്ടിൽ വെച്ച് എന്റെ കല്യാണോ. സച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്വന്തം സുഷമ. ഇന്നാണ് ആ കല്യാണം. സുഷമയ്ക്ക് കൊടുക്കാനുള്ള വിവാഹ സമ്മാനമാണിത്. എന്താ ഇതിനകത്ത്? 2-3 ഉടയാത്ത ക്രിസ്റ്റൽ ഡോളുകൾ. പ്രണയ സമ്മാനമായി കൊടുക്കാൻ ആഗ്രഹിച്ചത് വിവാഹ സമ്മാനമായി കൊടുക്കുന്നു. ഇത് കൊടുക്കും മുമ്പ് എനിക്ക് അവളോടൊരു കാര്യം പറയണം. എന്ത്? എത്ര അടുത്തടുത്ത് ചോദിച്ചിട്ടും ഞാൻ അവളെ സ്നേഹിച്ചില്ല എന്നൊരു കളവ് പറഞ്ഞില്ലേ, അത് തിരുത്തണം. സ്നേഹിച്ചിരുന്നു എന്ന് സത്യം വെളിപ്പെടുത്തണം. കല്യാണം കഴിഞ്ഞ പെണ്ണിനോടോ? എന്നിട്ട് ആ ഉടഞ്ഞ ഡോൾ അയച്ചു കൊടുത്തത് ഞാനായിരുന്നു എന്ന സത്യവും പറയണം. വേണ്ട സച്ചു, എന്തിനാ ആ പാവത്തിനെ വേദനിപ്പിക്കണേ? അതൊരു സുഖമുള്ള വേദനയല്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോവുന്ന സുഖമുള്ള ഒരു തരം വേദന. അത് കേൾക്കുമ്പോ സുഷമ എന്ത് പറയുന്ന? ഈ കൂട്ടുകാരനൊരു കള്ളനായിരുന്നുവെന്ന് കിഷോറിനോട് പറഞ്ഞ് ചിരിക്കും. വേണ്ടപ്പാ, നിങ്ങൾ രണ്ടുപേരെയും ആ കിഷോർ തെറ്റിദ്ധരിക്കില്ലേ? ഇല്ല, കിഷോർ ആനന്ദിക്കും. കളങ്കമില്ലാത്ത കള്ളമില്ലാത്ത ഞങ്ങളുടെ സൗഹൃദം കണ്ട് കിഷോർ ആനന്ദിക്കും. ഇതൊക്കെ വെറുതെ പറയുക. ഇയാളെ കൊണ്ട് അവിടെ വെച്ച് അതൊന്നും പറയാൻ പറ്റില്ല. പറ്റും, പറ്റണം. ദേ, കല്യാണം നടക്കുന്ന ഹോട്ടലിലേക്ക് ബോട്ട് എടുക്കുക. സച്ചു, ഞാനും വന്നോട്ടെ? എനിക്ക് സുഷമയൊന്ന് കാണാലോ. വന്നോളൂ. അങ്ങനെയാണേല് ഞാനും വരിക. ആ, എന്നാ ഈ കുസുമത്തിയും കൂടെ വന്നോട്ടെ? വന്നോളൂ. എന്നാ പിന്നെ നമുക്ക് എല്ലാ കുസുമത്തുകൾക്കും കൂടെ അങ്ങോട്ട് ചെല്ലാം. ശരിയാ, ഇയാൾ അത് പറയുന്നതും ആ കുട്ടി അത് കേൾക്കുന്നതും നമുക്കൊന്ന് കാണാലോ. വാ വാ വാ. ആ, എത്തി. എന്താടാ ഇത്? താലിയിട്ട് കഴിഞ്ഞു അറിഞ്ഞ? ആണോ? നന്നായി. കെട്ടുകഴിഞ്ഞൊരു മുഹൂർത്തമായിരുന്നു എനിക്ക് വേണ്ടത്. ആ, ഇവരാണ് കുസുമത്തികൾ. ഇവരൊക്കെ ആരാ? ഞങ്ങളൊക്കെ വേറെ കുസുമത്തുകൾ. വാ വാ വാ. കിഷോർ, പ്ലീസ് കം. 1 സെക്കൻഡ്. നമ്മുടെ മുഖ്യാതിഥി വരുന്നുണ്ട്, സച്ചു. ദേ, ഹായ് സച്ചു, ഐ എം കിഷോർ. ഓ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പ്ലീസ് കം. വരൂ വരൂ. ഇതാ സുഷമയുടെ അച്ഛൻ. ഹായ് സച്ചു. ഹലോ സർ. ഞാനിവിടെ ഉണ്ട് കേട്ടോ. ആ എവിടെ? സുഷമ എവിടെ? ദാ നിൽക്കുന്നു. പോയി സംസാരിച്ചോളൂ. എങ്ങോട്ടാ? അവിടെ നിൽക്കേ. ഹലോ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. എന്താ ഇത്ര നേരത്തെ? പരിഭവിക്കണ്ട, ബോട്ട് ലേറ്റായി. ഇവരൊക്കെ എൻ്റെ കൂടെ ബോട്ടിലുണ്ടായിരുന്നവരാ. ഈ സമ്മാനം ഞാൻ സുഷ്മിക്ക് തരും മുമ്പ് ഞാൻ സുഷ്മയോടൊരു കാര്യം പറയുമെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. ഇവര് പറയുക എനിക്കതിനുള്ള ധൈര്യമില്ലെന്ന്. എന്ത് കാര്യം? ഒരു കള്ളം പറഞ്ഞിരുന്നു, അതൊന്ന് തിരുത്തണം. എന്ത് കള്ളം? ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞത് ഒരു കളവായിരുന്നു. കണ്ട നിമിഷം മുതൽ ഞാനും കൊതിച്ചിരുന്നു. ചരമമടഞ്ഞ പ്രണയത്തിന്റെ ഉപഹാരം, ആ ഉടഞ്ഞ ഡോൾ
അത് അയച്ചു തന്നതും ഞാനായിരുന്നു. ഇനിയെങ്കിലും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാനെങ്ങനാ ഒരു നല്ല സുഹൃത്താവുക? കിഷോർ, എക്സ്ക്യൂസ് മീ. യെസ്. ഇപ്പോ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. ആ ഡോൾ ഉടച്ചയച്ചതും ഈ കക്ഷിയായിരുന്നു എന്ന്. ഓ, ദാറ്റ്സ് ഫൈൻ. ഒന്നും മറച്ചു വെക്കണമെന്ന് കരുതി. ഇനിയിപ്പോ സ്വതന്ത്രമായിട്ട് എപ്പോ വേണേലും നിങ്ങളുടെ ഇടയിലേക്ക് എനിക്ക് വരാമല്ലോ. ദാറ്റ്സ് ഗുഡ്. ഇന്നാ പിടിച്ചോ എന്റെ വിവാഹ സമ്മാനം. വാങ്ങിച്ചോളൂ കിഷോർ. ഇങ്ങ് തന്നേക്കൂ. കല്യാണം എന്റേതായിരുന്നു. മീന, പ്ലീസ് കം. വളരെ പെട്ടെന്ന് ഓടി നടന്ന് കണ്ടുപിടിച്ചതാ എന്റെ ഈ നവവധുവിനെ. കൊള്ളാവോ? ഇന്ന് ഞങ്ങളുടെ വിവാഹമായിരുന്നു, എന്റെയും മീനയുടെയും. വന്നതിനും ഈ സമ്മാനം തന്നതിനും നന്ദി. ഇനി വേണേ പൊയ്ക്കോ. ഒരു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് കാണിച്ചു കൊടുക്കാം എന്ന ലേശം അഹങ്കാരത്തോടെയാണ് സച്ചു വന്നത്, അല്ലേ? ഞാൻ നാട്ടിലെത്തി അന്ന് തന്നെ എന്നെ കാണാനായി മാത്രം വന്നു ഗോപി വക്കീൽ. സച്ചുവിന്റെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ കഥ പറഞ്ഞു തരാൻ. പിന്നെ ജോഗിങ്ങിന്റെയും പച്ചക്കുതിരയുടെയും ബലൂണിന്റെ പിന്നാലെ സച്ചു ഓടിയതിന്റെ ഒക്കെ കഥകളും ഞങ്ങൾ അറിഞ്ഞു മറ്റൊരു വഴിക്ക്. വിവാഹ നിശ്ചയത്തിനായി അമേരിക്കയിൽ നിന്ന് വന്ന കിഷോറിനോട് ഞാൻ എല്ലാ കാര്യവും തുറന്നങ്ങ് പറഞ്ഞു. ഒക്കെ അറിഞ്ഞപ്പോ എല്ലാ ബുദ്ധിയും ഉപദേശിച്ചു തന്ന് എല്ലാറ്റിനും കൂട്ടുനിന്ന് ഞങ്ങളെ സഹായിച്ച ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ കിഷോർ. കിഷോറിന്റെ കല്യാണത്തിന്റെ അതിഥികൾ മാത്രമാണ് നമ്മളൊക്കെ. സച്ചുവിനെ അങ്ങനെ വെറുതെ വിടരുതെന്നും ഒന്ന് നോവിക്കണമെന്നും മധുരമായി പകരം വീട്ടിയേ വിടാവുള്ളൂ എന്നും കിഷോറാ ഇവളോട് പറഞ്ഞത്. അങ്ങനെയാ ആ കള്ള കല്യാണ ക്ഷണക്കത്ത് അയച്ചത്. പകച്ചു നിൽക്കണ്ട. ബാബുവിന്റെ ഈ പൊന്നുമോള് ഇനി സച്ചിന്റെയാ. അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് അനുവാദം ഡൽഹിയിൽ നിന്ന് വാങ്ങി പോക്കറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. ഒന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കല്ലേ. 100 നന്ദി ഞങ്ങൾക്ക് അങ്ങോട്ടാ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നു, ഞങ്ങൾ അങ്ങോട്ടും തന്നു. സന്തോഷായിട്ട്. എങ്ങനെ അറിഞ്ഞു എല്ലാം? ആ ഒരാളോട് ഞാനൊന്നും വിസ്തരിച്ച് പറഞ്ഞില്ല. ദേ ഇതൊന്ന് കാണിച്ചോളൂ. സുഖമുള്ള വേദന കൊടുക്കാൻ വന്നിട്ട് ശരിക്കും സുഖമുള്ള വേദന കിട്ടിയത് സച്ചുവിനാണല്ലോ. അതെ, പിടിച്ചേ ഇങ്ങ് വന്നേ, ഒന്ന് കണ്ടോട്ടെ രണ്ടുപേരെയും. മാറിക്കോട്ടെ.
കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ എവറിത്തിങ്. മാർബോ. ഒന്ന് പൊക്കിക്കോട്ടെ. അയ്യടാ, നിങ്ങളാർക്ക് പൊക്കണം? ആ പൊന്നു ചക്കര ചുക്കുണ്ടെ പൊക്കുന്ന കാര്യമാ പറഞ്ഞത്. പിടിച്ചോ. നന്നായി. ഈ വിവാഹ സമ്മാനം. ഏതോ ഒരു വസന്ത. ശരിയായില്ല. ശരിയായി. ആരാ മനസ്സിലായില്ല? എക്സൈസ് പങ്കജാക്ഷം പിള്ള. എല്ലാം ഇവള് പറഞ്ഞു. എന്റെ അസുഖത്തെ പറ്റി സച്ചു ഇവളോട് പറഞ്ഞതുൾപ്പെടെ എല്ലാം. അപ്പൊ എനിക്ക് ആശ്വാസമായി. ആ ആശ്വാസത്തിന്റെ ബലത്തില് ഇനിയും എന്റെ ആയുസ് ഏറെ നാള് നീട്ടിക്കിട്ടാനാണ് സാധ്യത. എന്നാലും അച്ഛനെയും അമ്മയും വരുത്തി നമുക്കിത് ഉടനെ നടത്തണം. ഉടനെ. ചെല്ല്, ഒന്ന് ചുറ്റിയിട്ട് വാ. അപ്പൊ എങ്ങനെയായിരുന്നു വൃശ്ചികമഞ്ഞുള്ള വൃശ്ചികമഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാൻ അവളെ ആദ്യമായി കണ്ടു. എന്റെ പ്രിയപ്പെട്ടവളെ. അവളുടെ കൈവെള്ളയിലിരുന്ന പച്ചക്കുതിരയെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളം കൊതിച്ചുപോയി. അത് ഞാനായിരുന്നുവെങ്കിൽ